السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانهر إن شانئك هو الأبتر. ഏറെ സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, കുഞ്ഞുമക്കളെ, സാധാരണയായി നമ്മൾ ഒരു മഹലിൻ്റെയോ അതല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ ഒരു പ്രദേശത്തിൻ്റെയൊക്കെ ഒരു വിജ്ഞാനവേദി സംഘടിപ്പിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുള്ള വേളകളാണ് സ്വാഭാവികമായും അത്. നമ്മൾ അത്ര തന്നെ നിരന്തരം കാണാത്ത ആളുകളൊക്കെ കാണാൻ പറ്റുന്ന സദസ്സാണിത്. കുറേ പേരൊക്കെ പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. സ്ത്രീകൾ പ്രത്യേകിച്ചും ഒരുപക്ഷെ വ്യത്യസ്തമായ പള്ളികളിലൊക്കെ പല സമയത്ത് ജുമാക്കൊക്കെ കണ്ടു പരിചയമുണ്ടെങ്കിലും ഇങ്ങനെയുള്ള സദസ്സുകളിൽ വരുമ്പോഴാണ് നമ്മൾ പരസ്പരം പരിചയപ്പെടാനും സന്തോഷങ്ങൾ പങ്കുവെക്കാനൊക്കെ സാധിക്കുക. ലോകത്ത് മറ്റ് മുസ്ലിം സമൂഹങ്ങൾക്കൊന്നുമില്ലാത്ത വലിയ അനുഗ്രഹവുമാണത്. പല വ്യത്യസ്തമായ നാടുകളിൽ പോയ ആളുകൾക്കൊക്കെ അറിയാം. ഇപ്പോൾ സൗദിയിലോ പ്രവാസ ജീവിതമൊക്കെ അനുഭവിച്ച ആൾക്കാർക്ക് പല പള്ളികളിലും ഒരുമിച്ച് കൂടും, പല ആളുകളും ഒന്നിച്ച് പല പരിപാടികളിലും പങ്കെടുക്കും. പക്ഷേ അത്തരത്തിലൊരു ആത്മബന്ധമൊന്നും ഒരുപക്ഷെ അങ്ങനെയുള്ള കൂടിയിരുത്തങ്ങളിൽ നിന്ന് ഉണ്ടാവണമെന്നില്ല. ഇനിയിപ്പോൾ പ്രവാസികൾക്കപ്പുറത്തേക്ക് ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ പോകുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം മുസ്ലിങ്ങൾ അവിടെയൊക്കെ ഉണ്ട്. പക്ഷേ മുസ്ലിങ്ങളെ ഇങ്ങനെ കൂട്ടിയിരുത്തുന്ന, നമുക്കൊക്കെ ഒന്നിച്ചിരുന്ന് സന്തോഷങ്ങൾ പങ്കുവെക്കാൻ സാധിക്കുന്ന സദസ്സുകൾ വളരെ കുറവാണ്. അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ വല്ലാതെ അനുഗ്രഹീതരാണ് എന്നൊരു ഓർമ്മ നമുക്കുണ്ടാവണം. അതുകൊണ്ട് ഈ സദസ്സുകളൊക്കെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുകയും വേണം. തീർച്ചയായും ഇവിടെ നിന്നും പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ കുറേ സന്തോഷങ്ങളും നമ്മുടെ കുറേ അനുഭവങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാനൊക്കെ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, നമ്മളിങ്ങനെ ഒരു വിജ്ഞാനവേദി ഒരുമിച്ച് കൂടുമ്പോൾ വ്യത്യസ്തമായ വിഷയങ്ങൾ ഇവിടെ കൈകാര്യം ചെയ്യപ്പെടാറുണ്ട്. പക്ഷേ ഇന്ന് സാധാരണ വിജ്ഞാനവേദികളിൽ കൈകാര്യം ചെയ്യപ്പെടുന്നത് പോലെ പൂർണ്ണമായ ഒരു ഇസ്ലാമിക വിഷയമല്ല നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഞാൻ അങ്ങനെ തന്നെ അത് പറയാനുള്ള കാരണം, ഒരുപക്ഷെ സാധാരണ നമ്മൾ ഇസ്ലാമികമായി വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴുള്ള രീതി ആയിരിക്കില്ല ഞാൻ ഫോളോ ചെയ്യുന്നത്. നമ്മളെല്ലാവരും നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ഒരുപക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ 4 അംഗങ്ങളാണെങ്കിൽ 5ാമത്തെ ഒരു അംഗം എന്ന് പറയാൻ സാധിക്കുന്ന രൂപത്തിൽ ഇന്ന് നമ്മുടെ വീട്ടിലൊക്കെയുള്ള മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട്, സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട്, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ ബന്ധപ്പെട്ടാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഏറ്റവും ആദ്യത്തിൽ എനിക്ക് 1-2 ഡിസ്ക്ലെയിമറുകൾ പറയാറുണ്ട്. നമ്മൾ സാധാരണ ഈ ഡിസ്ക്ലെയിമർ എന്ന് പറയും, മുൻകൂട്ടി ചില മുൻധാരണകൾ തരുമല്ലോ. നിങ്ങൾക്കൊക്കെ മനസ്സിൽ ചില ധാരണകളൊക്കെ ഓൾറെഡി ഉള്ളത് കൊണ്ടാണ്. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, മൊബൈലൊക്കെ നമ്മളെക്കാളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ മക്കളാണ്, നമ്മുടെ കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ പോവുക എൻ്റെ കുട്ടിനെക്കുറിച്ച്, അവൻ്റെ അഡിക്ഷനെക്കുറിച്ച്, അവൻ്റെ മൊബൈൽ ഉപയോഗത്തെക്കുറിച്ച്, അവൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച്, എല്ലാം നമ്മുടെ കുട്ടികളെക്കുറിച്ചായിരിക്കും നമുക്ക് ഓർമ്മ ഉണ്ടാവുക. അത് സ്വാഭാവികമാണ്. നമ്മൾ അങ്ങനെയാണല്ലോ, മനുഷ്യന്മാരുടെ ഒരു പൊതു സ്വഭാവമാണത്. യുവാൽ നോഹ് ഹരാരി എന്ന് പറയുന്ന ലോക പ്രശസ്തനായ ഒരു എഴുത്തുകാരനുണ്ട്. അയാൾ സാപ്പിയൻസ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതി. മനുഷ്യ ചരിത്രത്തെ മുഴുവൻ ഇങ്ങനെ അപഗ്രഥനം ചെയ്യാണ്. അതിൽ അദ്ദേഹം മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് അദ്ദേഹം പറഞ്ഞത്, മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മറ്റുള്ളവനെ കുറ്റം പറയാനുള്ള പ്രത്യേകതയാണ്. മറ്റ് ജീവികൾക്കൊന്നും അതില്ല എന്നാണ്. ഒരു കുരങ്ങൻ മറ്റേ കുരങ്ങനെ കാണുമ്പോൾ അവനക്ക് കണ്ണില്ലല്ലോ, ഒരു കയ്യില്ലല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കൂല. പക്ഷേ മനുഷ്യൻ മറ്റുള്ളവരെ കുറിച്ച് നോക്കി കുറ്റം പറയും. ദ പവർ ഓഫ് ഗോസിപ്പിംഗ് എന്നാണ് ഇതിന് പറയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്വഭാവക്കാരനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മേത്ത് തട്ടുന്ന എന്തെങ്കിലും വിഷയം സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ കുട്ടികളെ, മൊബൈൽ ഫോണ്, സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ അങ്ങനെയാണ് ആലോചിക്കുക. അതുകൊണ്ട് ആദ്യം പറയാനുള്ളത്, ഇതെല്ലാം നമ്മളെക്കുറിച്ചാണ് പറയാനുള്ളത്. ഞാൻ എന്നെയും നിങ്ങളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. രണ്ടാമതൊരു കാര്യം, നമ്മളിപ്പോൾ ഈ മൊബൈലിനെയും സോഷ്യൽ മീഡിയനെ കുറിച്ചൊക്കെ പറയുമ്പോഴേ നമ്മളൊരു 3ാം ലോക രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാലോ. ലോകത്ത് ഡെവലപ്ഡ്, വികസിത രാജ്യങ്ങൾ എന്ന് പറയുന്ന അമേരിക്കയും ജപ്പാനും പോലുള്ള രാജ്യങ്ങൾ അപ്പുറത്തുണ്ട്. പക്ഷെ നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഒരു ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പരിവേഷത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടെക്നോളജിക്കൊക്കെ അത്ര പവറേ ഉള്ളൂ. ഇപ്പോൾ നമ്മളൊക്കെ മൊബൈൽ കിട്ടിയപ്പോൾ ഭയങ്കര അത്ഭുതത്തിലാണ്. മൊബൈൽ തന്നെ എത്ര വലിയ ടെക്നോളജിയാണ്, അമേരിക്കയിലുള്ള ആളൊക്കെ ഇവിടെ നോക്കിയാൽ കാണുന്നൊക്കെ നമ്മൾ അന്തം വിട്ട് നിൽക്കുകയാണ്. പക്ഷെ അപ്പുറത്തുള്ള വികസിത രാജ്യങ്ങൾ ഇതിന് എത്രയോ മുന്നോട്ട് പോയി. പല ആളുകളും ഇതിനൊക്കെ തിരിച്ചു നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ യൂറോപ്പിലൊക്കെ പോയ ആളുകൾക്ക് കാണാൻ സാധിക്കും, അവിടുത്തെ സാധാരണ ട്രെയിനിലോ മെട്രോയിലൊക്കെ പോകുമ്പോൾ അവിടെ കുട്ടികളൊക്കെ കയ്യിൽ ബുക്കാണ് പിടിച്ചുകൊണ്ടിരിക്കുക വായിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിലോ
നമ്മൾ വെറുതെ ട്രെയിനിക്കും ബസ്സൊക്കെ ഒന്നും കയറണ്ട. നമ്മളെ വീട്ടിലേക്ക് ഈ പരിപാടി കഴിഞ്ഞ് തിരിച്ചു കയറുമ്പോൾ 4 ആളുണ്ടെങ്കിൽ 4 ആൾക്കാരും 4 മൊബൈലിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പൊതുവിൽ ഇത്തരം രാജ്യങ്ങളൊക്കെ അതിന് തിരിഞ്ഞ് നടന്ന് കുറേ കാലം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ ശരിക്ക് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും പ്രാരംഭ ഘട്ടത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നമുക്കൊന്നും അറിയാത്ത കുറേ വിഷയങ്ങളെ ഞാൻ തീർച്ചയായും ഇവിടെ കൈകാര്യം ചെയ്യും. സഹോദരങ്ങളെ, സോഷ്യൽ മീഡിയ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നതിന് മുൻപ് 1-2 കാര്യങ്ങൾ തീർച്ചയായും സൂചിപ്പിക്കണം. അതിലേറ്റവും ആദ്യത്തേത്, നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയത് പഠിച്ചുകൊണ്ടല്ല എന്നൊരു ധാരണ നമുക്കൊക്കെ ഉണ്ടാവണം. നമ്മളൊക്കെ കയ്യിൽ ഫോൺ കിട്ടിയത് ഏത് കാലത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ മുമ്പിലുള്ളപ്പോൾ വളരെ കുറച്ച് മുതിർന്ന ആളുകളുണ്ട്, അല്ലാത്തവരോടൊക്കെ ഉണ്ട്. നിങ്ങളെല്ലാവരും ഒരു സ്മാർട്ട് ഫോണോ മൊബൈൽ ഫോണോ വാട്സപ്പൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു 10 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കയ്യിലുള്ള സാധനം അല്ലത്. ഒരു 10 വർഷങ്ങൾക്ക് മുൻപ് സ്മാർട്ട് ഫോണൊന്നും ഉപയോഗിക്കുന്ന ആളുകളല്ല നമ്മൾ. 2015 നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലൊന്നും ഫോണൊന്നുമില്ല. പക്ഷേ ഈ കോവിഡൊക്കെ ആവുന്ന സമയമാകുമ്പോഴേക്കും 2018 ആയപ്പോഴേക്കും നമ്മളൊക്കെ കയ്യിൽ സുലഭമായി ഫോൺ വന്നു. ഈ ജിയോ എന്ന് പറയുന്ന കമ്പനിയൊക്കെ ഫ്രീ ആയിട്ട് സിം ഫണ്ട് കൊടുത്തതോട് കൂടിയിട്ട് നെറ്റ്വർക്കൊക്കെ ഉണ്ട്, ധാരാളം ഉപയോഗിക്കാൻ തുടങ്ങി. എല്ലാവരുടെ കയ്യിലും ഫോണായി. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ വല്യപ്പാർക്കും വല്യമാർക്കും വരെ വിദേശത്തുള്ള ആളുകളൊക്കെ വീഡിയോ കോൾ ചെയ്യാനൊക്കെ ഫോൺ ഉണ്ടാവും. അപ്പോൾ ഫോൺ എന്നുള്ള സാധനം നമ്മൾ ഏറ്റവും അടുത്ത കാലത്ത് നമ്മുടെ കയ്യിൽ വന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത്, ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചൊന്നും നമുക്ക് വലിയ ധാരണ ഉണ്ടാവില്ല. അതുകൊണ്ട് സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തിപരമായി നമുക്കൊക്കെ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, നമസ്കാരത്തിന് പള്ളിയിലെത്തുന്ന നമസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ കൂലിയാണുള്ളത്. ചില ആളുകൾക്ക് 10ൽ 10 കൂലി കിട്ടും, ചില ആളുകൾക്ക് 10ൽ 0 കിട്ടുക, ചില ആൾക്കാർക്ക് 10ൽ 5 കിട്ടുക. ഒരേ സൊഫിൽ ഒരേപോലെ നിൽക്കുന്ന ഒരേ കർമ്മങ്ങൾ ചെയ്യുന്ന 10 വ്യക്തികൾക്ക് 10 കൂലി കിട്ടാൻ കാരണം എന്താണ്? നമസ്കാരത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടാണ്, നമസ്കാരത്തെക്കുറിച്ചുള്ള അവരുടെ ആത്മാർത്ഥതയാണ്. ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് എന്താ അറിയോ, ഇപ്പൊ പൊതുവിൽ രക്ഷിതാക്കളും മുതിർന്ന തലമുറയിലെ ആളുകളൊക്കെ ചോദിക്കും, എന്താ ഇപ്പം നമ്മളെ കുട്ടികൾക്ക് പറ്റിയത്? അങ്ങനെ ഉണ്ടല്ലോ, നമ്മളെ കുട്ടികൾക്ക് എന്താ പറ്റിയത്? എന്താ കുട്ടികൾക്ക് പറ്റിയത്? കുട്ടികളുടെ കാഴ്ചപ്പാട് മാറി എന്നുള്ളതാണ്. നമ്മൾ എന്തോ ഒരു കാഴ്ചപ്പാട് നിൽക്കുന്നു, നമ്മുടെ കുട്ടികൾ വേറെ എന്തോ ഒരു കാഴ്ചപ്പാട് നിൽക്കുന്നു. അതുകൊണ്ട് ഈ കാഴ്ചപ്പാട് എങ്ങനെ രൂപീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ വിഷയം. ഞാനിവിടെ ചില ക്ലിപ്പുകളൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടാണ് പോവുക. ആ കാഴ്ചപ്പാടുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം, പൊതുവിൽ വല്ലാതെ അനുഗ്രഹീതരായ ഒരു സമൂഹമാണ് നമ്മളെന്ന് പറയുമ്പോൾ ആ അനുഗ്രഹം എന്താണെന്ന് നമ്മൾ അറിയണം. ഇവിടെ നമ്മൾ ഈ ഇന്ത്യയിലെ കേരള പോലത്തെ ഒരു പ്രദേശത്ത് ഇങ്ങനെ വളരെ സുന്ദരമായൊരു പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഈ പള്ളികളും അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവും. പക്ഷെ സഹോദരങ്ങളെ, നിങ്ങൾ ഈ കേരളം വിട്ടൊന്ന് പുറത്തേക്ക് പോയാൽ തന്നെ ഇങ്ങനെ നമുക്കൊന്ന് ഒരുമിച്ച് കൂടാനോ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാനുള്ള ഒരു സാഹചര്യവും ഇല്ലാത്ത ആളുകളാണ് മറ്റ് പ്രദേശങ്ങളിലൊക്കെ ഉള്ളത്. അതിൽ ഒന്നാമത്തെ എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ആ ക്ലിപ്പിൽ കാണാൻ സാധിക്കുന്നത് നമ്മുടെയൊക്കെ തൊട്ട് അയൽ സംസ്ഥാനങ്ങളിലുള്ള മദ്രസ സംവിധാനങ്ങളും ഇതുപോലുള്ള പള്ളികൾ പോലെയുള്ള സംവിധാനങ്ങളൊക്കെയാണ്. നോക്കി നോക്ക് നിങ്ങൾ, ഇത്തരത്തിൽ ഷെഡുകളും പഴയ ഓലമേഞ്ഞ പെരകളും അല്ലെങ്കിൽ യാതൊരു സൗകര്യവും ഇല്ലാത്ത വീടുകളുമൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ ഈ വീഡിയോ നമുക്ക് അയച്ചു തന്ന വ്യക്തി എന്തിനാണ് അയച്ചത്? ആ സ്ഥാപനത്തിൽ ഫാന് വേണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഫാന് വേണമെന്ന്. നമ്മളിവിടെ ഫാൻ അപ്ഗ്രേഡ് ചെയ്തിട്ട് AC ആക്കാൻ വേണ്ടി കാത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോഴാണ് ഈ ഇത്രയും 400-500 കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ ഒരു ഫാന് വെക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ആവശ്യപ്പെടുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കേരളവും മാത്രം എടുക്കേണ്ട, അല്ലെങ്കിൽ ഇന്ത്യ മാത്രം എടുക്കേണ്ട, ലോകത്ത് തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പല സ്ഥലങ്ങളിൽ പോയാലും ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങളൊക്കെ കേട്ടൊരു രാജ്യമായിരിക്കും എത്യോപ്യ. എത്യോപ്യ എന്ന് പറയുന്ന രാജ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ ഏറ്റവും ആദ്യമായിട്ട് ഹിജ്റക്ക് സ്വീകരിച്ച രാജ്യമാണ് എത്യോപ്യ എന്ന് പറയുന്നത്. എത്യോപ്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇന്നത്തെ ഒരു സാഹചര്യം എന്താണെന്ന് അറിയണമെങ്കിൽ അവിടെ ഖുർആൻ കുട്ടികൾ പഠിക്കുന്ന രീതി എങ്ങനെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? പഴയ നമ്മുടെ പലകകളിൽ ഈ കല്ലുകൊണ്ട് ഖുർആൻ ആയത്തുകൾ കൊത്തിയിട്ട് നിങ്ങൾക്ക് പലർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല. ഞാൻ പറയുന്നത് 2024 കാര്യമല്ല, 2025 കാര്യമല്ല, 2026 ആഫ്രിക്കൻ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ മദ്രസ സംവിധാനങ്ങളിൽ കുട്ടികൾ പഠിക്കുന്ന രീതി അങ്ങനെയാണ്. നിങ്ങൾക്കിവിടെ പല ക്ലിപ്പുകളിലും അത് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് രൂപത്തിൽ പരീക്ഷണങ്ങൾ ഒരു കാലത്ത് മുസ്ലിം സമൂഹത്തിനെ ഹോസ്റ്റ് ചെയ്തിരുന്ന, അവർക്കുള്ള അത്രയും സൗകര്യങ്ങൾ ചെയ്തു തന്നിരുന്ന നാട്ടിൽ ഇന്ന് അവിടുത്തെ മദ്രസ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്ന രീതിയാണിത്. ഇതിൽ പല രൂപത്തിലുള്ള കുറേ ക്ലിപ്പുകൾ നിങ്ങൾക്ക് ഇന്ന് യൂട്യൂബിൽ കാണാൻ സാധിക്കും. അപ്പം ഞാൻ പറയുന്നത്, ഇങ്ങനൊരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തന്നത് നമ്മളിവിടെ മൊബൈൽ ഫോണിനെ പറ്റി സ്മാർട്ട് ഫോണിനൊക്കെ പറ്റി പറയുന്ന സമയത്താണ് ഇതേ സമയത്ത് ഇന്ന് ഈ രാത്രിയിൽ തണുത്തുറച്ച
മരുഭൂമി പ്രദേശങ്ങളിൽ ആ മക്കൾ അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് നമുക്ക് ആത്മാർത്ഥമായി പറയാൻ സാധിക്കണം എന്നുള്ളതാണ്. ഇനി ലോകത്ത് മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന മറ്റ് വലിയൊരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ യുദ്ധങ്ങൾ. ഇപ്പോൾ ഫലസ്തീനെ കുറിച്ചും സിറിയയെക്കുറിച്ചും ഉയ്ഗൂറിനെ കുറിച്ചൊക്കെ നമ്മൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്. പല ആളുകളും ചിലപ്പോൾ പലപ്പോഴും മറന്നു പോയിട്ടുണ്ട് ഫലസ്തീനെ കുറിച്ചുള്ള കാഴ്ചകൾ. നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും, ഫലസ്തീനിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയത്തൊക്കെ യുദ്ധം അവസാനിച്ചിട്ടുള്ളൂ, അവിടുത്തെ ന്യൂസ് വരുന്നതിലാന്ന് മാത്രമേ ഉള്ളൂ. അവിടെയുള്ള മക്കളെ കൊല്ലുന്ന കാഴ്ചകളും ബോംബുകൾ വർഷിക്കുന്ന കാഴ്ചകളും ഒന്നും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു സാധാരണ ഫലസ്തീനി കുട്ടി ഓരോ ദിവസവും രാവിലെയും രാത്രിയും കാണുന്ന കാഴ്ചകളാണിത്. സ്വന്തം തൊട്ടപ്പുറത്തുള്ള ബിൽഡിങ്ങിന് മേലെ ബോംബ് വീഴുമ്പോൾ അടുത്തത് ഇവിടേക്ക് വീഴുമെന്ന് അറിയില്ലല്ലോ. മിസൈലിനെ ഒന്ന് എണ്ണം തെറ്റി ഇപ്പുറത്ത് വീണാൽ നമ്മളും കഴിഞ്ഞു. ഇങ്ങനെ അരക്ഷിതാവസ്ഥയിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അത്രത്തോളം അനുഗ്രഹങ്ങൾ നമുക്കെല്ലാം ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും ആ അനുഗ്രഹങ്ങളെയൊക്കെയും ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ ഈ മൊബൈൽ ഫോണിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ രൂപീകരിക്കേണ്ടത് എന്നാണ്. ഇനി അവിടെയാണ് ഒന്നാമത്തെ വിഷയം വരുന്നത്. എന്താണ് മൊബൈൽ ഫോണും ഈ പറഞ്ഞ ടെക്നോളജിയൊക്കെ നമ്മുടെ പുതുതലമുറ ഉണ്ടാക്കിയ കാഴ്ചപ്പാടിലെ വ്യത്യാസം? സഹോദരങ്ങളെ, ഇപ്പോൾ മുൻപ് കാലത്തുള്ള എൻ്റെ മുൻപുള്ള രക്ഷിതാക്കളൊക്കെ പലപ്പോഴും ത്യാഗങ്ങളുടെ കഥകൾ പറയും. ഇപ്പോൾ പണ്ട് ഹജ്ജിന് പോയ ആളുകളൊക്കെ ഒരുപാട് ഹജ്ജിൻ്റെ ത്യാഗങ്ങളും കഥകളൊക്കെ പറയുമ്പോൾ ഇന്ന് ചിലപ്പോൾ ഒരു പ്രൈവറ്റ് ഗ്രൂപ്പിലൊക്കെ ഹജ്ജിന് പോയ ആൾക്കാർ പറയും, ഭയങ്കര സുഖമായിരുന്നു, ഹിൽട്ടൺ ഹോട്ടലിലായിരുന്നു, തൊട്ടടുത്ത് ബൊഫേ സിസ്റ്റം അല്ലേ, എന്താ ഇപ്പോൾ മിനയിലൊക്കെ AC റൂമിൽ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരിങ്ങനെ ചോദിക്കും, പണ്ട് ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല എന്ന് പറയും. ഈ തലമുറകൾ മാറുമ്പോൾ ആളുകൾ അധ്വാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ അവസ്ഥകൾ മാറും. അങ്ങനെയാണല്ലോ സംഭവിക്കുക. അതുകൊണ്ട് ഇപ്പോൾ നമ്മളെ കുട്ടികളത്തൊക്കെ നമ്മൾ പണ്ട് സ്കൂളിൽ പോയ കഥകളൊക്കെ പറഞ്ഞാൽ അവർ ചിരിക്കും. പണ്ടിപ്പോൾ ഈ വാപ്പാരൊക്കെ കുട്ടികളത്ത് സ്കൂളിൽ പോയ കഥകൾ പറയുന്നറിയോ, ഈ ഡിസ്കവറി ചാനലിൽ മറ്റേ മനുഷ്യൻ കാട്ടിക്ക് പോകണ മാതിരിയാണ്. അങ്ങനെയുണ്ടല്ലോ, കാടും മലയും താണ്ടിക്കടന്ന് പുഴയൊക്കെ കടന്ന് ഭയങ്കര അധ്വാനിച്ച കഥയൊക്കെ പറയും. ഇപ്പോഴത്തെ കുട്ടികൾ രാവിലെ സ്കൂൾ ബസ് കയറുന്ന കുട്ടികൾ അങ്ങനെയൊക്കെ കഷ്ടപ്പെടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ, നിങ്ങൾക്ക് സ്കൂളിൽ പോകാതിരുന്നാൽ മതി ചോദിക്കും. അപ്പോൾ ഇങ്ങനെ കാഴ്ചപ്പാടുകൾ മാറാനുള്ള അടിസ്ഥാനപരമായ കാരണം സൗകര്യങ്ങൾ മാറുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്താണെന്നറിയോ, ഇന്ന് പലപ്പോഴും ജീവിതത്തെക്കുറിച്ച് തന്നെയുള്ള കുട്ടികളുടെ കാഴ്ചപ്പാട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ 1-2 ക്ലിപ്പുകൾ നിങ്ങളെ കാണിക്കാം. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മുടെ കുട്ടികൾ കാണുന്ന പുതുതലമുറയിലെ ചില ആളുകൾ അവരുടെ ജീവിതത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്കൊന്ന് കാണാം. പലപ്പോഴും നമുക്കൊന്നും അങ്ങനത്തെ ആൾക്കാർ അറിയുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ മൊബൈൽ ഫോണിൽ ഞാൻ വെറുതെ ഒരു ചോദ്യം അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കട്ടെ, വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരൊന്ന് കൈവക്കി നോട്ടെ. വാട്സപ്പ് ഉപയോഗിക്കുന്നവർ എല്ലാവരും ഉണ്ടല്ലോ. ഇല്ലാത്തവർ ആണ് കൈ പൊക്കണമെന്ന് എനിക്കറിയാം, മനഃപൂർവ്വം ചോദിക്കാതിരുന്നാണ്. ഇൻസ്റ്റഗ്രാം ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഇതിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കി നോക്കട്ടെ. മാഷാ അല്ലാഹ്, ഉണ്ടല്ലേ? അത് നിങ്ങളെ കൈ നേരെ പൊന്തില്ല, എനിക്കറിയാം. ഈ മുട്ടപ്പെടുന്ന വളയാൻ കുറച്ച് ബുദ്ധിമുട്ടും. ഇൻസ്റ്റഗ്രാമിനെ കുറിച്ച് പറയുമ്പോഴേ വാട്സപ്പ് സേഫാണ്, വാട്സപ്പ് കൈ വെക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഈ സാധനമൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരായതുകൊണ്ടേ നമ്മളെ കുട്ടികൾ കാണുന്ന കാഴ്ചകൾ എന്താണെന്ന് കൂടി നമ്മൾ അറിയണം. അപ്പോഴാണ് നമുക്ക് ഈ വിഷയം ശരിക്കും മനസ്സിലാവുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ കുട്ടികൾ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ചാണ്. ഇപ്പോൾ നിങ്ങളൊക്കെ മക്കൾക്ക് അറിയുന്ന ഒരാളെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പോയത്. ആ സ്ത്രീ എന്നറിയോ, പെൺകുട്ടി എന്നറിയോ പറയുന്നത്, എന്തിനാണ് കുറെ കഷ്ടപ്പെടുന്നത്, ഞാൻ നിങ്ങൾ ഉപദേശിക്കാൻ വരുമെന്നല്ല, പക്ഷെ ഉള്ള ജീവിതം അടിച്ചു പൊളിച്ചോളി, ആകെ ഒരൊറ്റ ജീവിതമുള്ളൂ, അത് അങ്ങോട്ട് തിമിർത്താടിക്കോളി എന്നാണ്. ഇതാണ് പൊതുവിൽ ഈ സോഷ്യൽ മീഡിയയിലേക്ക് നമ്മുടെ കുട്ടികൾ കാണുന്ന കാഴ്ചകളുടെയൊക്കെയും അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ ഈ മൊബൈലൊക്കെ വന്നപ്പോൾ എന്താണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടായെന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, അടിസ്ഥാനപരമായിട്ട് ഇന്ന് വരെ കാണാത്ത ആസ്വാദനം നിറഞ്ഞ ഒരു ലോകത്തെ നമ്മൾ കാണാൻ തുടങ്ങി എന്നുള്ളതാണ്. അത്രയും കാലം നമുക്കത് അറിയില്ല. നമ്മുടെ സ്വന്തം ജീവിതത്തിലെ ദുഃഖങ്ങളും നമ്മുടെ പറളിയിലുള്ള ആളുകളെയും നമ്മുടെ പാലക്കാടുള്ള മനുഷ്യന്മാരെയും കണ്ടിരുന്ന നമ്മൾ ഇന്ന് ഇവിടെ കോടികൾ ചെലവഴിക്കുന്ന ആളുകളുടെ ജീവിത രീതികളും അവർ ചെലവഴിക്കുന്ന രൂപങ്ങളും ഒക്കെ കണ്ടു തുടങ്ങിയപ്പോൾ നമ്മളും അവരും തമ്മിലുള്ള കമ്പാരിസൺ വല്ലാതെ വർദ്ധിച്ചു. അതുകൊണ്ട് നമ്മുടെ വീടുകളിലൊക്കെയും ആ മാറ്റമുണ്ട്. ഒരു വീട് പണിയാൻ തുടങ്ങുന്നത് മുതൽ ആ മാറ്റം ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കുക, ഇന്ന് വീട് പണിയുന്ന ഒരാൾ ആദ്യമായിട്ട് വീട് പണിയാൻ വേണ്ടി ഇപ്പോൾ ഒരു കോൺട്രാക്ടറുടെ അടുത്തേക്കല്ല, ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് നല്ല പേജിൽ പോയി നല്ല വീടുകളുടെ ഡിസൈൻ ആദ്യം നോക്കുക. എന്നിട്ട് നല്ല വീടിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചുകൊണ്ടാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മൾ രൂപീകരിക്കുക. അടുക്കളയിൽ പണിയെടുക്കുന്ന ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ആ അടുക്കളയിലെ സൗകര്യങ്ങളെക്കുറിച്ചും ഈ കാഴ്ചപ്പാടുണ്ട്. പല യൂട്യൂബിലെ ഇൻഫ്ലുവൻസേഴ്സും വന്ന് പറയും, ഈ പാത്രം നല്ല പാത്രമാണ്, ഈ ഫ്രിഡ്ജ് നല്ല ഫ്രിഡ്ജാണ്. ഒക്കെയും നമ്മുടെ എല്ലാം തീരുമാനങ്ങളെയും കാഴ്ചപ്പാടുകളെയും സ്വാധീനിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ സ്വാധീനിക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്ത്, ഈ കേൾക്കുന്ന കേൾവികൾ എന്ത് എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ വിഷയം. ഇവിടെയാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ സംബന്ധിച്ചിടത്തോളം യാതൊരു സെൻസർഷിപ്പും ഈ സംവിധാനത്തിനില്ല.
സെൻസർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ കാണേണ്ടത്, നമ്മളെന്താ കേൾക്കേണ്ടത് നമ്മുടെ മുൻപ് ഒരാൾ തീരുമാനിക്കുന്നില്ല. നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവിടെ പഠിപ്പിക്കേണ്ടത് എന്താണെന്ന് കുറേ ആൾക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളെ പോലത്തെ ആൾക്കാർ അതിനാണ് റിസർച്ച് ചെയ്യണത്. നമ്മുടെ കുട്ടികളോ നമ്മുടെ ഏത് മേഖലയ്ക്ക് പോലെ ഇപ്പോൾ ഇവിടെ ഈ പരിപാടിക്ക് വരുമ്പോൾ ഇവിടെ എന്ത് സംസാരിക്കണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതേ സ്ഥലത്ത് ഇരുന്നിട്ട് മൊബൈൽ ഫോൺ ഓണാക്കി കഴിഞ്ഞാൽ ഇതിലെന്താ നമ്മൾ കാണേണ്ടതെന്നുള്ളത് മുൻപ് മറ്റൊരാളും തീരുമാനിച്ചിട്ടില്ല, കാണുന്ന നമ്മളും തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതെടുത്തതിന് ശേഷം എന്താണോ കാണുന്നത് അതായിരിക്കും നമ്മുടെ കാഴ്ചകളും നമ്മുടെ കേൾവികളൊക്കെ. അതുകൊണ്ട് സംഭവിക്കുന്ന അപകടം എന്താണെന്നറിയോ? നമുക്ക് അല്ലെങ്കിലും നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്തതാണെങ്കിലും അതെല്ലാം നിർബന്ധിതമായും കാണാൻ നമ്മൾ നിർബന്ധിക്കപ്പെടുന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ നോക്കി നോക്കുക, ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് വേനൽ ചൂട് വല്ലാതെ വർദ്ധിച്ചപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ മൊത്തം പാമ്പാണ്. അവിടെ പാമ്പിനെ കണ്ടു, ഇവിടെ പാമ്പിനെ കണ്ടു, പാമ്പിനെ കണ്ട് എന്താ ചെയ്യേണ്ടത്? ഈ വീഡിയോസ് ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുമ്പോൾ പിന്നെ അറിയാതെ അടുക്കളയ്ക്ക് കയറുമ്പോൾ ആ പാത്രത്തിലൊക്കെ പാമ്പുണ്ടാവോ, കട്ടിലടിയിൽ അടിയിൽ പാമ്പുണ്ടാവോ എന്ന് തോന്നും. എന്തേ കാരണം? ഇതൊരു സ്വാഭാവികതയാണ്. നമ്മൾ നിരന്തരം എന്താണ് കാണുന്നത് എന്നതാണ് നമ്മുടെ എല്ലാ ക്രയവിക്രയങ്ങളെയും തീരുമാനിക്കുന്നത്. ഇത് എങ്ങനത്തെ ബാധിക്കുന്നറിയോ? ഇപ്പോൾ ഈ പാമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ഡെയിലി ലൈഫിലെ ടെൻഷനാണ് ഈ പറഞ്ഞത്, ടെൻഷൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അപകടങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ വാട്സപ്പിലൊക്കെ ചില ടീമുകളുണ്ട് ആക്സിഡന്റിന്റെ വീഡിയോകൾ ഷെയർ ചെയ്യും. മുണ്ടൂര് ഇന്നൊരു ആക്സിഡന്റ് എന്നാണ്. ഞങ്ങൾ ഉപദേശിക്കാൻ ആരുമല്ല, പക്ഷെ എന്നാലും ഞാൻ പറയാം, ജീവിതം ഒന്നല്ലേ ഉള്ളൂ. ആ സമയം കൊണ്ട് ഡെയിലി പണിക്ക് പോയി പൈസ ഉണ്ടാക്കി പൈസ ബാങ്കിൽ ഇട്ട് വെച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾ പറയും ഭാവി നോക്കാനാ, ഭാവി നോക്കാനാ. നാളെ ചാവോന്ന് അറിയാത്ത ഭാവിയാണ് ഇപ്പൊ ഞമ്മക്ക്. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് പട്ടായ വന്ന് വിസിറ്റ് ചെയ്തു. നമ്മൾ ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോ പൈസ എടുത്ത് വെച്ചിട്ട് ഇങ്ങനത്തെ സന്തോഷങ്ങളൊന്നും എൻജോയ് ചെയ്യാതെ പിന്നെ ജീവിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾ വിചാരിക്കില്ലേ നാളെ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളൊക്കെ സ്വയം സമ്പാദിക്കാൻ പഠിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കിയിട്ട് നിങ്ങളെ ലൈഫ് എൻജോയ് ചെയ്യാൻ നോക്കുക. ഓക്കെ, നിങ്ങളത് കേട്ടല്ലോ. ഞാൻ ആ കുട്ടീൻ്റെ സംസാരമാണ് തർജ്ജമ ചെയ്തത്. പക്ഷെ നമ്മൾ എത്ര പറഞ്ഞാലും അതുപോലെ ആവില്ല. അതാ പ്രശ്നം. ഈ ടീം പറയണ പോലെ നമുക്കത് വിശദീകരിക്കാൻ സാധിക്കില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്കത് ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ഇതൊക്കെ പൊതുവിൽ നമ്മുടെ നാട്ടിലൊക്കെ ഇൻഫ്ലുവൻസേഴ്സൊക്കെ മില്യൺ കണക്കിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-20 ലക്ഷം ആളുകളൊക്കെ കണ്ട് ലൈക്ക് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇവരൊക്കെ പൊതുവിൽ പറയുന്ന കാഴ്ചപ്പാടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്തപ്പോ കഷ്ടപ്പെട്ട് കുറേ ജീവിക്കണ്ട, മക്കൾക്ക് വേണ്ടിയൊക്കെ ജീവിക്കണ്ട, അവരൊക്കെ എങ്ങനെയെങ്കിലും സമ്പാദിക്കും, നിങ്ങൾ അടിച്ച് പൊളിച്ച് ജീവിക്കാൻ നോക്ക്. എന്നിട്ട് കൂടുതലൊരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങളൊരു സ്ഥലത്തേക്ക് പോകാനും കൂടിയും പറഞ്ഞു. ഏതാണ് അത്? പ്രൊമോഷനാണ്. ഏത്? അഡ്വർടൈസ്മെൻ്റ് ആണത്. ഏത്? മറ്റേ തായ്ലാൻഡിലേക്ക് പോയാൽ അവിടെയൊക്കെ ഒന്ന് അടിച്ച് പൊളിച്ച് പോരി എന്നാണ് പറയണത്. കേൾക്കുമ്പോൾ ഭയങ്കര രസമുള്ള പരിപാടി ആയിരിക്കും. അങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള ആളുകളുടെ എല്ലാം ജീവിത രീതികൾ ഭയങ്കര രസമായിരിക്കും. ഞാൻ പറഞ്ഞത്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ നമ്മുടെ മക്കളുടെ കാഴ്ചപ്പാടും നമ്മുടെ കാഴ്ചപ്പാടും യോജിക്കാതെ വരുന്ന പോയിന്റ് ഇതാണ്. ഇവർ കാണുന്ന നിരന്തരമായ കാഴ്ചകളിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാണുകയും നമ്മളെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വളരെ റിയലിസ്റ്റിക്കായി ചിന്തിക്കണം, മുതിർന്ന പക്വതയുള്ള ആളുകളാവുകയും ചെയ്യുമ്പോൾ ഇത് തമ്മിൽ ഭയങ്കരമായ ഒരു പ്രശ്നം നമ്മുടെ വീടുകളിലൊക്കെ വരും. ഇതാണ് പൊതുവിൽ നമ്മൾ ഇന്ന് കാണുന്ന പുതുതലമുറയെ ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ എല്ലാവർക്കും പറ്റുന്ന പ്രശ്നം. ഇത് ചെറുതും വലിയതുമായ പല തോതിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും, എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. നമ്മളിത് പറയുമ്പോൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? പൊതുവിൽ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകത, ഇത് ഒരു കാറ്റഗറിയെയോ അല്ലെങ്കിൽ ഒരു നാടിനെയോ മാത്രമല്ല ബാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ നോക്കി നോക്കുക, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകളുള്ളത് കേരളത്തിലാണ്. അതിൽ തന്നെ കേരളത്തിൻ്റെ പ്രപ്പോർഷനെ ഞാൻ പറഞ്ഞു കേട്ടോ. പ്രപ്പോർഷൻ എന്ന് വെച്ചാൽ ഓരോ സംസ്ഥാനത്തിലും ഉള്ള ആളുകളെ കണക്കാക്കുമ്പോൾ ആക്റ്റീവ് ഇൻ്റർനെറ്റ് യൂസേഴ്സ് ഉള്ള ഫസ്റ്റ് ഇൻ്റർനെറ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ കേരളമാണ്. ആ കേരളത്തിൽ തന്നെയും ഇൻ്റർനെറ്റ് യൂസേഴ്സിൻ്റെ ചില കണക്കുകളിൽ പറയുന്നത് ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് യൂസേഴ്സുള്ള പ്രായം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ പ്രായം മുതൽ യുവാക്കളുടെ പ്രായം ഉൾപ്പെടുന്ന ആ പ്രായത്തിലാണ്. അപ്പോൾ ഈ കുട്ടികളും ഈ പറയുന്ന ചെറുപ്പക്കാരും ധാരാളമായി ഇത്തരം കാഴ്ചകൾ കണ്ട് അവരെ കാഴ്ചപ്പാട് രൂപീകരിക്കുന്നിടത്താണ് നമ്മൾ ദീന് പറയാൻ പോണത്. അവിടെയാണ് നമ്മൾ അവർക്ക് പള്ളിയിൽ പോകാൻ പറയുന്നത്, അവിടെയാണ് നമ്മൾ നിസ്കരിക്കാൻ പറയുന്നത്. അതുകൊണ്ട് ഈ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നത്തെയാണ് നമ്മൾ ഒന്നാമതായി അഡ്രസ്സ് ചെയ്യുന്നത്. അത് കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നല്ല കാഴ്ചപ്പാടുകൾ പറഞ്ഞു നൽകലാണ് അടിസ്ഥാനപരമായി നമ്മുടെ എല്ലാം ഉത്തരവാദിത്തം. ഞാനിത് പറയുമ്പോൾ ചില കാര്യങ്ങൾ ഇവിടെ തീർച്ചയായും സൂചിപ്പിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മളൊക്കെ പലപ്പോഴും കുട്ടികളുടെ ധാർമ്മികതയെക്കുറിച്ചും കുട്ടികളുടെ നന്മകളെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോഴുള്ള ആശങ്ക അവരുടെ നിസ്കാരത്തെക്കുറിച്ചും അവർ പള്ളിയിലേക്ക് കറക്റ്റ് പോകുന്നുണ്ടോ എന്നുള്ളതും അവർ ഖുർആൻ കറക്റ്റായി ഓതുന്നുണ്ടോ എന്നുള്ളതും മാത്രമാണ്. പക്ഷേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി ഒരു കുട്ടിക്ക് നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാടിൽ ഒന്ന് എന്ന് പറയുന്നത് ഹറാമിനെ കുറിച്ചും ഹലാലിനെ കുറിച്ചുമുള്ള കാഴ്ചപ്പാടാണ്.
ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വന്നതോടുകൂടി നമ്മുടെ വീട്ടിലും നമ്മൾ ഇടപഴകുന്ന സകല മേഖലകളിലും ഹറാമും ഹലാലും വല്ലാതെ മിക്സായി പോയിട്ടുണ്ട്. ഒരു വേള മുതിർന്ന ആളുകൾ പോലും അത് നിസ്സാരവൽക്കരിക്കുന്ന സാഹചര്യങ്ങൾ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമയം നമ്മുടെ കുട്ടികൾക്ക് ഇത് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം പല സ്ഥലത്തും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കി നോക്കുക, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നല്ല പാട്ടൊക്കെ ഉള്ള സിനിമകൾ ഇങ്ങനെ കാണുക, അതല്ലെങ്കിൽ ഈ റീൽസും ഷോർട്സ് ഒക്കെ കാണുക. ഇതൊക്കെ കാണുന്ന ഒരു കുടുംബത്തിൽ അത് അപ്പം തന്നെ തിരുത്തപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏതറ്റം വരെ നമ്മുടെ മക്കൾ പോകാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് ഇന്ന് മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് തന്നെ തിയേറ്ററുകളിലേക്കൊക്കെ ഒന്നിച്ചു പോകുന്ന ആളുകളും സെക്കൻഡ് ഷോക്കൊക്കെ രാത്രി ഇങ്ങനെ ഖിയാമുലയിൽ നിസ്കരിച്ചിറങ്ങിയ സംതൃപ്തിയിൽ ഇറങ്ങി വരുന്ന ടീമുണ്ട്. ഭയങ്കര സന്തോഷത്തിലാണ് ഇറങ്ങി വരുന്നത്. എന്താണ്? അടിസ്ഥാനപരമായിട്ട് തിയേറ്ററിലേക്കാണ് പോയത്. സിനിമയൊക്കെ ഇപ്പോൾ പ്രശ്നമാണെന്ന് പറയാൻ പറ്റുമോ? എവിടെ നിന്നത് തുടങ്ങിയത്? ഇതേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് തുടങ്ങിയത്. ഇനി അവിടെ നിൽക്കുന്നുണ്ടോ? വസ്ത്രധാരണത്തെക്കുറിച്ച് നിങ്ങൾ നോക്കി നോക്കുക. നമ്മുടെ കുട്ടികൾക്ക് വസ്ത്രത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട് നൽകണമെന്നുണ്ടെങ്കിൽ ആദ്യം അവരോട് പറയേണ്ടത് തട്ടമിടണം എന്നല്ല, നന്നായി വസ്ത്രം ധരിക്കണമെന്നല്ല, മറിച്ച് വസ്ത്രത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് നൽകേണ്ടത്. വസ്ത്രം കൃത്യമായി ധരിക്കാത്ത ഒരാളെ കാണുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? അയാളെ കുറ്റം പറയാന്നുള്ളതല്ല കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ഇങ്ങനെ ചായ കുടിക്കാൻ ഒരു സ്ഥലത്ത് കയറിയപ്പോൾ തൊട്ടപ്പുറത്ത് കുറച്ച് സ്ത്രീകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അറിയാതെ കേട്ടൊരു സാധനമാണ്, നിങ്ങൾ കേട്ട് പറയല്ല കേട്ടോ. അവരിങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇവരും തൊട്ടടുത്ത സ്ത്രീയുടെ വസ്ത്രധാരണത്തെക്കുറിച്ചാണ് കമൻറ്റ് പറയണത്. ഈ സാരി ഉടുത്ത സ്ത്രീകളെ കുറിച്ചൊക്കെയുള്ള കമൻറ്റുകൾ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കേൾക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ആ വസ്ത്രത്തിനുള്ളിൽ നിന്നിട്ടാണ് ഈ കാര്യങ്ങൾ പറയണത്. ഏത്? നമ്മളിട്ട വസ്ത്രത്തെക്കുറിച്ചാണ് മറ്റോടത്ത് കുറ്റം പറയണത്. പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഔറത്തിനെ കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. എന്താണ്? ഒരു സ്ത്രീ ആണെങ്കിൽ മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കിയെല്ലാം ഔറത്താണ്. ഒരു പുരുഷനാണെങ്കിൽ മുട്ടുപൊക്കിളിനിടയിലുള്ള ബാക്കിയെല്ലാം ഔറത്താണ്. പക്ഷേ അതിനുള്ളിലുള്ളതെല്ലാം ഔറത്താണ്. പക്ഷേ നേരെ മറിച്ച് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഇതെല്ലാം കാണുമ്പോൾ അതൊക്കെ നിസ്സാരമായി കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് എങ്ങനെയാണ് ഇത് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക? അതൊക്കെ പലപ്പോഴും ചോയ്സായി മാറുന്നു. അതൊക്കെ വേണമെങ്കിൽ ഇട്ടോട്ടെ, ഇപ്പോഴത്തെ കുട്ടികളല്ലേ, അതൊക്കെ പ്രായമാവുമ്പോൾ ചെയ്യാം എന്നെല്ലാമുള്ള ലഘൂകരണങ്ങളിലേക്ക് ഇത് എത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒന്നാമത്തെ നമ്മുടെ പോയിന്റ്, കാഴ്ചപ്പാടുകളുടെ കാര്യത്തിൽ ഒരിക്കലും നമ്മുടെ കുടുംബങ്ങളിൽ സോഷ്യൽ മീഡിയ സ്വാധീനിക്കരുത് എന്നുള്ളതാണ്. കാഴ്ചപ്പാടുകളുടെ കാര്യം പറയുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട കാര്യം. സഹോദരങ്ങളെ, നിസ്കാരം മുതൽ എല്ലാ മേഖലയിലും ഇത് ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നോമ്പിനൊക്കെ നമ്മുടെ നാട്ടിലെ ഇഫ്താർ സംഗമങ്ങൾക്ക് റീൽസ് എടുക്കാനാണ് ഏറ്റവും കൂടുതൽ ആളുകളുള്ളത്. എങ്ങനത്തെ റീൽസ്? ആ സമൂസയൊക്കെ ഇങ്ങോട്ട് മറക്കുന്നത് മുതൽ, ആ വത്തക്ക മുറിക്കുന്നത് മുതൽ മുഴുവൻ സാധനം റീൽസ് എടുത്ത് അതിൽ പാട്ടിട്ട് സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന് ഒരു പ്രശ്നവുമില്ലാതെ ഇതൊക്കെ റീൽസ് ഇട്ട് സ്റ്റാറ്റസ് ഇടാണ്. വീട്ടിലെ നോമ്പുറ, കുടുംബത്തിലെ നോമ്പുറ, നാട്ടിലെ നോമ്പുറ, തറവാട്ടിലെ നോമ്പുറ, എല്ലാ നോമ്പ് തുറക്കും അടിസ്ഥാന വിഷയം ക്യാമറയാണ്. അപ്പോൾ എന്ത് കാര്യങ്ങളുടെയും നമ്മുടെ കാഴ്ചപ്പാടിൽ ഇബാദത്തിന് ഇത് ബാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇഖ്ലാസ് തന്നെ നഷ്ടപ്പെട്ടു പോവാണ്. നിസ്കാരം നിങ്ങൾ നോക്കി നോക്കുക. നമ്മുടെ നാട്ടിൽ പള്ളിയിൽ കയറിയാൽ പോലും കുറച്ച് നേരം നിസ്കരിച്ച് കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഇരിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും മൊബൈലൊന്നും എടുത്ത് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ നോക്കണം. അത് പ്രാർത്ഥിക്കുന്ന സമയമാകുമ്പോഴേക്കും അത് റിങ് ചെയ്യുന്നുണ്ടോ നമുക്കൊരു തോന്നൽ വരികയാണ്. എങ്ങനെയത് വരുന്നത്? ഞാൻ പറഞ്ഞത് കാഴ്ചപ്പാടിൽ വ്യത്യാസമാണ്. എൻ്റെ തൊട്ട് മുമ്പിലുള്ള രക്ഷിതാക്കളിൽ എത്ര ആളുകൾ പള്ളിയിലേക്ക് പോകുമ്പോൾ മൊബൈൽ വീട്ടിൽ വെച്ച് പോകാറുണ്ട്? ഒന്ന് കൈവക്കി നോട്ടെ. ഓക്കെ, ഈ ശീലം യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ശീലിക്കേണ്ടതാണ്. അപ്പോൾ നമ്മളൊക്കെ ആലോചിക്കും, നമ്മൾക്ക് ഭയങ്കര തിരക്കല്ലേ, മൊബൈൽ ഫോണില്ലാതൊക്കെ പള്ളിക്ക് പോയാൽ ആരെങ്കിലും വിളിച്ചെന്താ ചെയ്യുക? ഞാൻ പറയുന്നത് പോസിബിൾ ആണെങ്കിൽ, പ്രാക്ടിക്കൽ ആണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ അത്തരം ചില ശീലങ്ങൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരണം. നമ്മൾ ചെയ്യുന്ന പല കർമ്മങ്ങളിലും കൊണ്ടുവരണം. ഇനി അവിടെ അവസാനിച്ചോ? ഇല്ല സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കി നോക്കുക. അടിസ്ഥാനപരമായി ഇസ്ലാമിൻ്റെ ആദർശത്തിൽ ഒന്നാമത്തെ കാര്യം ശിർക്കും തൗഹീദുമാണ്. ആ തൗഹീദിൻ്റെ വിഷയത്തിൽ പോലും ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അപകടത്തിൽ പെട്ടുപോകുന്നത് ഏത് വഴിയിലൂടെയാണ്? ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ്. സുബഹിക്ക് എഴുന്നേറ്റിട്ട് നിങ്ങൾ യൂട്യൂബ് ഓണാക്കി കഴിഞ്ഞാൽ 10,000 മജ്ലിസുകൾ കാണാം, സ്വലാത്ത് മജ്ലിസുകൾ. രാവിലെ തന്നെ ഇരുന്ന് അതിൻ്റെ കുറേ സ്വലാത്തും മജ്ലിസും. പിന്നെ ഉസ്താദ് അത് പ്രാർത്ഥിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ പ്രാർത്ഥന നമ്മുടെ കമൻറ്റ് ബോക്സ് കൂടെ ഇങ്ങനെ അയച്ചു കൊടുക്കും. ആർക്ക്? കുട്ടിക്ക് ജോലി കിട്ടാൻ പ്രാർത്ഥന. അപ്പോൾ ഉസ്താദ് അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഒരു ആമീൻ പറയും. ഇത്തരം കൾച്ചറുകളൊക്കെ ഇതിലൂടെ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയോ? ഇത്തരത്തിൽ ആത്മീയ ചൂഷണം നടത്തുന്ന വലിയൊരു വിഭാഗം ആളുകൾക്ക് ഇത് വലിയൊരു എളുപ്പമായി മാറി. നിങ്ങൾ നോക്ക്, നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത്, ഈ മണ്ണാർക്കാട് പ്രദേശത്തൊരു തങ്ങളുണ്ട്. ആ തങ്ങൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ മാത്രം ലക്ഷങ്ങളാണ് അദ്ദേഹത്തിന് പിരിക്കാൻ പറ്റുന്നത്. അയാളിങ്ങനെ നാട് നീളെ വീട് പണിത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും പറയണം, നല്ലതൊക്കെ ചെയ്യണ മനുഷ്യനല്ലേ, വീട് പണിത് കൊടുക്കുകയല്ലേ, നമ്മളെന്തിനാ കുറ്റം പറയണത്? വീട് പണിത് കൊടുത്ത അപ്പുറത്തെ ശിർക്കാണ് പറയണത്, തൗഹീദിന് വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ
ഇതിനൊക്കെയും വളം വെച്ച് കൊടുക്കുന്ന സാഹചര്യം ഈ സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാവുമെന്ന് പറയുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു വലിയ നെഗറ്റീവ് എഫക്റ്റുകൾ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ നിങ്ങൾ നോക്കി നോക്കുക, യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ ഈ ഇൻ്റർനെറ്റൊക്കെ വന്നതിന് ശേഷമാണ് നമ്മളെല്ലാവരും തന്നെ ദീനൊക്കെ കുറച്ചുകൂടി ആത്മാർത്ഥമായി പഠിക്കാൻ ശ്രമിച്ചത്. ഒന്ന് നോക്കി നോക്കി നിങ്ങൾ. ഇപ്പം മലയാളത്തിൽ പോലും ഒന്ന് ആത്മാർത്ഥമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒന്ന് യൂട്യൂബ് എടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആഴത്തിലുള്ള പണ്ഡിതന്മാരുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ലോകത്ത് ഏത് മുക്കിലും മൂലയിലുമുള്ള ആളുകളുടെ പണ്ഡിതന്മാരുടെ ക്ലാസ്സുകളും ഖുർആൻ പഠനങ്ങളും ഖുറാഅത്തുകളും എല്ലാം ഇന്ന് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ. അപ്പോൾ രണ്ട് മുഖങ്ങൾ ഇതിനുണ്ട് എന്നത് ഉറപ്പാണ്. പക്ഷേ ചൂഷണം ചെയ്യപ്പെടുന്ന വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോകുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവിടെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അന്ത്യനാളിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സമയത്ത് പ്രവാചകൻ പറയുന്നുണ്ട്, യൂഷിക്കുൽ ഉമമു അൻ തദാ അലൈക്കും കമാ തദാ അൽ അകലതു ഇലാ കസഅതിഹാ എന്ന് പറയുന്നത്. ഒരു അന്ത്യനാളിനോട് അടുക്കുന്ന സമയമാവുമ്പോൾ ലോക ജനത മുഴുവൻ മുസ്ലിം സമുദായത്തിന് നേരെ വരും. എങ്ങനെ വരും എന്നറിയോ? ഒരു പട്ടിണി കിടക്കുന്ന മനുഷ്യർ ഒരു ഭക്ഷണ തളികയിലേക്ക് എത്ര ആർത്തിയോടുകൂടിയാണ് വരിക, അതുപോലെ കൊത്തി വലിക്കാൻ വേണ്ടി വരുന്നതാണ്. അതിന്ന് നമ്മൾ കാണുന്നുണ്ട്. ഒറ്റയ്ക്കും തെറ്റിയും എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മുഴുവൻ ഇസ്ലാമാണ്. നിങ്ങൾ നോക്കി നോക്കുക, നമ്മുടെ നാട്ടിൽ തന്നെ ഇന്ന് ഏറ്റവും പ്രൈം ടൈം ചർച്ചകളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ എടുത്തു നോക്കി നിങ്ങൾ, അവിടേക്കും ഒരു മുസ്ലിം പ്രതിക്കൂട്ടിലാവുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ കളമശ്ശേരിയും മറ്റൊക്കെ ബോംബ് സ്ഫോടനവും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളൊക്കെ അറിയാതെ പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കണമെന്ന് അറിയോ? പഠിച്ചോനെ മുസ്ലിം ആവല്ലേ എന്നാണ്. എന്തേ കാരണം? നമ്മളാരെങ്കിലും അത് ചെയ്തിട്ടാ, തെറ്റ് ചെയ്തിട്ടാ? അല്ലല്ലോ. പക്ഷെ ഇതുകൂടി ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഇൻ്റർനെറ്റും വ്യാപകമായതോടുകൂടി ഇത്തരം തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഈ അസഹിഷ്ണുത, വിദ്വേഷങ്ങൾ പരത്താൻ ആളുകൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നോക്കുക, നമ്മുടെയൊക്കെ വീടകങ്ങളിൽ തന്നെ ഇത്തരം ആളുകൾ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് എന്തായെന്ന് കാണിക്കാൻ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഒരു ഇൻഫ്ലുവൻസർ, ഒരു ക്രിയേറ്റർ പറയാണ് അയാൾ എങ്ങനെയാണ് ഈ ഇൻഫ്ലുവൻസർ ആയത് എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ഓക്കെ, ഇവിടെ ചില ഇൻഫ്ലുവൻസേഴ്സ് വന്ന് പറയുന്ന പറച്ചിൽ എന്താണെന്നറിയോ? ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്തരം പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ നല്ല പൈസ കിട്ടുന്നുണ്ട്, നല്ല പണം കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കി നോക്കുക, പൊതുവിൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ സാധനങ്ങൾക്ക് വാങ്ങുന്ന കൾച്ചറുകൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഫുഡ് വ്ളോഗുകൾ, പാലക്കാട് അങ്ങാടിയിൽ ഏറ്റവും നല്ല ഫുഡ് ഏതാണെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇവിടെ നിന്ന് വെറുതെ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ തപ്പി നോക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ പല ഫുഡും നല്ല അടിപൊളി ഫുഡാണെന്നൊക്കെ പറയും. നമ്മൾ കുടുംബസമേതം പോകുമ്പോൾ തന്നെ അറിയാതെ എന്നാൽ മറ്റേ പുതിയ ഫുഡുകൾ വന്ന് കയറും, വാങ്ങും. പക്ഷെ സംഭവം എന്താണെന്നറിയോ? ഈ ടീമിന് ഒരു തവണ അങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ തന്നെ എത്രയോ ലക്ഷം പൈസ കിട്ടുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അറിയാത്ത ആളുകൾ നമ്മൾ പോയിട്ട് ഇതൊന്നും അറിയാതെ ചാടിപ്പോവുകയും ചെയ്യും. അത് ഏത് തരത്തിൽ വർദ്ധിക്കുന്നതെന്നറിയോ? ഇപ്പോൾ ഈ ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങുന്ന രീതികൾ, നിങ്ങളിപ്പോൾ പല ആളുകളും ഇപ്പോൾ ഈ ആമസോണിലും മീഷോയിലും ഫ്ലിപ്കാർട്ടിലൊക്കെ സാധനങ്ങൾ വാങ്ങും. ഒരു ഉപകാരവും ഇല്ലാത്ത സാധനമാണെങ്കിലും 4 ആൾക്കാർ വന്ന് പറയുകയാണെങ്കിൽ ഇത് നല്ല സാധനമാണ് വാങ്ങിക്കോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 തവണ നമ്മൾ പിടിച്ചു വെക്കും. നമ്മൾ വേണ്ട, ഇതിപ്പോൾ നമുക്ക് ആവശ്യമുള്ളതല്ലല്ലോ എന്ന് പിടിച്ചു വെക്കും. പക്ഷേ 3-ാം തവണ ഇതേ സാധനം നമ്മൾ കാണുമ്പോൾ ഇതൊന്ന് വാങ്ങി നോക്കുക, അത്ര റേറ്റ് ഒന്നും ഇല്ലല്ലോ. പിന്നെ എന്താണെന്നറിയോ? 300 സാധനം 50 രൂപ ഡിസ്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വാങ്ങും. സാധനം 200 സാധനമായിരിക്കും. 250 അത് വാങ്ങുമ്പോഴും ഈ 3-4 തവണ അത് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നമ്മുടെ തന്നെ നിലപാടുകളിൽ ഇത്തരം മാറ്റങ്ങൾ വരും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ വിഷയം പറയുന്നിടത്ത് നമ്മുടെ ആരാധനാ കർമ്മങ്ങളെ ഒരിക്കലും സോഷ്യൽ മീഡിയ ബാധിക്കരുത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് സുഹൃത്തുക്കളെ. ഇഖ്ലാസ് എന്ന് പറയുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ആരാധനകളുടെ അടിസ്ഥാനം. ഇഖ്ലാസ് എന്ന് പറയുന്നിടത്ത് നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും, അത് നമസ്കാരം പോയിട്ട് നമ്മുടെ മനസ്സിൽ ഉച്ചരിക്കുന്ന ഒരു ദുആ ആണെങ്കിൽ പോലും, ഒരു ദിക്റാണെങ്കിൽ പോലും, അടിസ്ഥാനപരമായി അതിൻ്റെ നിഷ്കളങ്കത എന്ന് പറയുന്നത് അത് മറ്റാരും കണ്ടില്ലെങ്കിലും അള്ളാഹു കാണുമെന്നുള്ളതാണ്. പക്ഷേ ഈ പ്ലാറ്റ്ഫോമുകൾ വന്നതിന് ശേഷം നമ്മുടെ എല്ലാം ഇഖ്ലാസിനെ ബാധിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഏതൊക്കെ വിധത്തിൽ നിങ്ങൾക്ക് നമ്മളാരും നമ്മുടെ കർമ്മങ്ങളൊന്നും സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല. പക്ഷേ നമ്മുടെയൊക്കെ നിലപാടുകളിൽ പലപ്പോഴും ഈ ഇബാദത്തുകൾ ചെയ്യുന്ന ആത്മാർത്ഥത നഷ്ടപ്പെട്ടു പോകുന്നു. ഇപ്പോൾ നമസ്കരിക്കുന്ന കാര്യത്തിലാണെങ്കിലും നമ്മുടെ തിരക്കുകളും വരുന്നുണ്ട്. അത് ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരോടും അതിന്റെ താഴെ നിൽക്കുന്ന ആൾക്കാരോടും നിങ്ങൾ ഞങ്ങളെ കണ്ടിട്ട് കുറെ കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത് ഞങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ കല്യാണക്കാര്യം, അതുപോലെ നമ്മൾ പാർട്ടി ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് എല്ലാം കിട്ടുന്നത് ഫ്രീ ആയിട്ടാണ്. അതായത് ഒരു ബാർട്ടർ കൊളാബായിട്ടാണ് കിട്ടുന്നത്. ഇപ്പൊ കല്യാണം പോലും സ്റ്റേജ് ഡെക്കറേഷന്, കാറ്ററിങ്, ആർട്ട്, ഹണിമൂൺ ട്രിപ്പ് വരെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. നിങ്ങളിത് കണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അതുപോലെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രൗസർ അങ്ങോട്ട് കീറും. പൈസക്കാരോടല്ല ഞാൻ പറയണേ, സാധാരണക്കാരോടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത്
ഇപ്പൊ പല ആൾക്കാരും കല്യാണത്തിലൊക്കെ ഭയങ്കരമായിട്ട് ട്രെൻഡ് കൊണ്ടുവരുന്നുണ്ട്, എന്നാൽ ആരുടെ അടുത്തും അത്ര ഓക്കെ, ഇതിപ്പോൾ ഉണ്ടല്ലോ, ഞാനിത് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിലെ മുഴുവൻ കല്യാണങ്ങൾക്കും ഇന്നൊരു കോമൺ ട്രെൻഡ് ഉണ്ട്. നിങ്ങൾ പോകുന്ന മുസ്ലിം കല്യാണങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ, ദീനിയായ നിലപാടെടുക്കാത്ത എല്ലാ കല്യാണങ്ങളിലും സമാനമായ ട്രെൻഡുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഓഡിറ്റോറിയത്തിലെ വേദിയിലും അവിടുത്തെ അണിയൊരുങ്ങലുകളിലും ബ്രൈഡിൻ്റെയും വധുവിൻ്റെയും വരൻ്റെയും വസ്ത്രധാരണത്തിലും അവിടെ കാണിച്ചു കൂട്ടുന്ന ഓരോ സംഗതികളിലും ഇത് കാണാൻ സാധിക്കും നിങ്ങൾക്ക്. അതെങ്ങനെ സംഭവിക്കുന്നത്? അത് സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല. ഇത്തരം ആളുകൾ നിരന്തരം കാണിച്ചു തരുന്ന കല്യാണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണത്. ഒരു പക്ഷെ എൻ്റെ മുമ്പിലിരിക്കുന്ന മുതിർന്ന ആളുകൾ സംബന്ധിച്ചിടത്തോളം ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ആ തലേ ദിവസം എല്ലാവരും കൂടിയിരുന്ന് നമ്മൾക്കിന്ന് വർത്താനം പറഞ്ഞ് കുറേ കച്ചമ്പറും ബിരിയാണിയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഓടിച്ചാടി കൊടുത്ത് ഇതൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ വരിക. പക്ഷേ പുതുതലമുറയിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇന്ന് നമ്മൾ പോകുന്ന കല്യാണങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കല്യാണങ്ങളുടെ അടിസ്ഥാന കാഴ്ചപ്പാടിൽ തന്നെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയോ? തലേ ദിവസം പരിപാടി ഉണ്ടെങ്കിൽ അവിടെ ഒരു മുട്ടിപ്പാട്ടം എന്തെങ്കിലും വേണം, അവിടെ മഞ്ഞ ലൈറ്റ് വേണം, ആംബിയൻസ് വേണം, നല്ല വൈബ് വേണം. ആ വൈബിൻ്റെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം കല്യാണത്തിന് ഫോട്ടോഷൂട്ട് വേണം, സേവ് ദ ഡേറ്റ് വേണം. ഇങ്ങനെ ഒരു നിരയുള്ള കല്യാണങ്ങൾ എങ്ങനെ ഉണ്ടായതാണ്? ഇതൊരു വേള മുസ്ലിം പണ്ഡിതന്മാർ പറയുമ്പോൾ അവർ വലിയ കുറ്റക്കാരാവാം. മുസ്ലിങ്ങളായിട്ടുള്ള നല്ല ആഴത്തിൽ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ ഈ വിഷയത്തെ എതിർക്കുമ്പോൾ നിങ്ങൾ ഈ കാലഘട്ടത്തിന് യോജിച്ചവരല്ല. നിങ്ങൾ ഏത് കാലത്താണ്? പണ്ട് നിങ്ങൾക്ക് ടി വി ഹറാമായിരുന്നില്ല, ഇപ്പം നിങ്ങൾക്ക് ടി വി ഹലാലല്ലേ? ടി വി പണ്ടും ഹറാമാണ്, ഇപ്പോഴും ഹറാമാണ്, അതിൽ നമുക്കൊരു സംശയമില്ല. ടി വി ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഏത് വീട്ടിലാണെങ്കിലും അത് പണ്ടും ഇന്നൊക്കെ ഹറാമായ കാര്യങ്ങൾ കാണാനാണെങ്കിൽ അത് ഹറാം തന്നെയാണ്. പക്ഷേ ഇത്തരം ന്യായങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടാണ് പല ആളുകളും ഇതിനൊക്കെ ന്യായീകരിക്കുക. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല കാര്യങ്ങളെയും ന്യായീകരിക്കുന്ന സ്ഥലത്ത് ഇത്തരം പണ്ഡിതന്മാർ ഇവർക്ക് എതിരായി വരികയാണ്. ഇങ്ങനെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ചിന്തകളെ തന്നെ ഇത് ബാധിക്കുന്നുള്ളതാണ്. സുഹൃത്തുക്കൾ, നമ്മൾ അടിസ്ഥാനപരമായ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ എല്ലാ മതപരമായ അനുഷ്ഠാനങ്ങൾ രണ്ട് രീതിയിലാണ് നിലനിൽക്കുന്നത്. ഒന്ന് അതിൻ്റെ ആശയപരമായ നിലനിൽക്കലാണ്. നമ്മൾ തൗഹീദിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറഞ്ഞതല്ലാതെ ഒന്നും ചെയ്യില്ല എന്നും അള്ളാഹു പറയാത്തതൊന്നും അള്ളാഹു നിരോധിച്ചതൊന്നും എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് നമ്മുടെ ആശയപരമായ നിലപാടാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഐഡൻറ്റിക്കലായ നിലപാട് കൂടിയുണ്ട്. അതാണ് നമ്മുടെ വസ്ത്രധാരണം, അതാണ് നമ്മുടെ മുഖത്തെ താടി, അതാണ് നമ്മുടെ വസ്ത്രധാരണത്തിലെ സൂക്ഷ്മത, നമ്മുടെ വീട്ടിലെ പരിപാടികൾ നടക്കുമ്പോൾ നമ്മൾ ദീനിയായ കാര്യങ്ങൾ. ഇത് രണ്ടും ഒന്നിച്ച് പോയില്ലെങ്കിൽ പുതിയ കാലത്ത് നമ്മൾ കാണുന്ന വലിയൊരു വേർതിരിവുണ്ട്. എന്താണെന്നറിയോ? പ്രാക്ടീസിങ്ങും നോൺ പ്രാക്ടീസിങ്ങുമായ മുസ്ലിങ്ങൾ. എന്താണ്? ഒരേ വീട്ടിൽ തന്നെ കുറച്ച് മോഡേണായ മുസ്ലിം കുടുംബങ്ങളുണ്ടാവും, സാധാരണക്കാരായ മുസ്ലിം കുടുംബങ്ങളുണ്ടാവും. എന്താ സാധാരണക്കാരായ മുസ്ലിം കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ അത്യാവശ്യം ദീനിയായ കാര്യങ്ങൾക്ക് ശ്രദ്ധിച്ച് ജീവിക്കുന്ന ആളുകൾ. മോഡേണായ ആൾക്കാർ മുസ്ലിം കുടുംബം തന്നെയാണ്, ബാക്കിയൊക്കെ ഉണ്ട്, പക്ഷെ നിസ്കാരം ഇതൊന്നും വേണ്ട, ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറയാം. അങ്ങനത്തെ ഇസ്ലാമിൻ്റെ ഉള്ളിൽ യാതൊരു സ്ഥാനവുമില്ല. നമ്മുടെ കർമ്മങ്ങളും ആശയങ്ങളും ഒരുപോലെ പോകുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ദീനിയായി ചെയ്യുന്നു നമുക്ക് പറയാൻ സാധിക്കുക. തീർച്ചയായും ഒന്നാമത്തെ ഒരു ഭാഗം അതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ഇത് വന്നതോടുകൂടി നമ്മുടെ സമയങ്ങളുടെ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ്. ഞാൻ ഒന്നാമത്തെ കാഴ്ചപ്പാടിനെ കുറിച്ച് പറയാനുള്ള കാരണം അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും പറയുന്നത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സമയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സുഹൃത്തുക്കളെ, നമ്മൾ തന്നെ ഒരു വേള ഈ വാട്സപ്പും സാധാരണ ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ തന്നെ എത്ര സമയമാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ സമയം കളയുന്നത്? എത്ര സമയം എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളതിൻ്റെ അളവിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏത് സമയത്താണ് നമ്മൾ ചിലവഴിക്കുന്നത് എന്നുള്ളതാണ്. നമ്മളങ്ങനെ ഉണ്ടല്ലോ, കുറേ മണിക്കൂറുകൾ ചിലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ വീട്ടിൽ നമ്മൾ എല്ലാവരുമായി സംസാരിച്ചിരിക്കുന്ന സമയത്ത് പോലും കയ്യിൽ മൊബൈൽ ഫോണാണ് പല ആളുകളുടെയും. കുട്ടികളെ പോലും നമ്മുടെ വീട്ടിലൊരു കുടുംബസംഗമം നടക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ കുട്ടി വാശി പിടിക്കണ്ട, കരയണ്ട എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താ? ഫോൺ അവരുടെ കയ്യിൽ കൊടുക്കലാണ്. ഇത്തരം ശീലങ്ങൾ എല്ലാവരും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അതൊരിക്കലും ന്യായീകരിക്കപ്പെടില്ല. അങ്ങനെ ഉണ്ടല്ലോ, ഇത് പറയുമ്പോൾ ഇപ്പം ആരപ്പം അത് ചെയ്യാത്തത്? എന്തിപ്പോൾ ഏത് കുടുംബത്തിൽ അതല്ലാത്തത്? അങ്ങനത്തെ ഒരു ന്യായീകരണത്തിന് യാതൊരു വകയും ഇതിലില്ല. നമ്മുടെ കുട്ടിയാണോ നമ്മുടെ കുട്ടികളെ കാര്യം നമ്മളെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീട്ടിലെ സമയമാണോ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു വേള നമ്മുടെ മുതിർന്ന തലമുറയിലെ ആളുകളൊക്കെ രാവിലെ എഴുന്നേറ്റ് തന്നു കഴിഞ്ഞാൽ ഈ ദീനിയായ കാര്യങ്ങളാണെങ്കിൽ കൂടി, ഞാൻ വളരെ ബോധപൂർവം പറയാണ്, ദീനിയായ കാര്യങ്ങളാണെങ്കിൽ കൂടി ഇതിൽ സമയം ചെലവഴിക്കാൻ ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ ഫുൾ ടൈം വളരെ കാര്യം കേൾക്കുന്നുണ്ടാവുക, നമ്മൾ ഏത് സമയം യൂട്യൂബിൽ പ്രസംഗിക്കും കേൾക്കുന്നുണ്ടാവുക, നമ്മൾ ഷെയർ ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ നല്ല നല്ല ദീനിയായ കാര്യങ്ങളായിരിക്കും. പക്ഷെ അതിന് പോലും ഒരു നിയന്ത്രണം വേണം, അതിനൊരു പരിധിയും പരിമിതിയൊക്കെ ഉണ്ട്. പക്ഷേ ചില ആളുകളൊക്കെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കൺട്രോൾ റൂം പോലെയാണ്. കൺട്രോൾ റൂമിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? ഇവിടെ നമ്മൾ തിരുവനന്തപുരത്തേക്ക് വിളിക്കും,
തിരുവനന്തപുരത്ത് വിളിച്ചിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് മങ്കര സ്റ്റേഷനിലേക്ക് വിളിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ ഒലക്കോട് സ്റ്റേഷനിലേക്ക് വിളിക്കും. എന്നിട്ട് പറയും അവിടെ മുണ്ടൂർ ഒരു കേസ് ഉണ്ടെന്ന് പറയും. ഇതുപോലെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു സാധനം വരും, നമ്മളാണ് കൺട്രോൾ റൂം. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കും, എന്നിട്ട് ഇവിടെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്, എന്നിട്ട് ഇപ്പുറത്തെ ഗ്രൂപ്പിലേക്ക് തട്ടും. അപ്പുറത്തെ ഗ്രൂപ്പിൽ എല്ലാവർക്കും എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര സന്തോഷം, അങ്ങനെ ഉണ്ടല്ലോ. ഇനി അത് അപ്പുറത്തെ ഗ്രൂപ്പിലേക്ക് തട്ടും. അതിപ്പോൾ ഏത് കാര്യമാണെങ്കിലും ഞാൻ പറയുന്നത്, നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സമയം മുതൽ ഏത് കാര്യത്തിലാണെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ സമയത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു ഗൗരവം നമുക്കുണ്ടാവണം. ഞാൻ നിങ്ങൾക്കൊരു കണക്ക് മാത്രം പറഞ്ഞുതരാം, വളരെ സിമ്പിളായൊരു കണക്ക് മാത്രം പറഞ്ഞുതരാം. ഇന്ന് 2026 70 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ, 70 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിലെ 29 വർഷം അയാൾ മൊബൈൽ സ്ക്രീനിന് മുൻപിലാണ് എന്നാണ് കണക്ക് പറയുന്നത്. നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാ. അങ്ങനെ ആയിരിക്കൂല എന്നാണ്. 29 വർഷമൊക്കെ മൊബൈലിന് മുമ്പിലോ. സുഹൃത്തുക്കളെ, ഓരോ ദിവസവും കണക്കാക്കി ആ ദിവസങ്ങളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മൊബൈൽ എടുത്ത് ചെലവഴിക്കുന്ന സമയം കണക്കാക്കുമ്പോൾ ജീവിതത്തിൻ്റെ പൂർണ്ണമായ സമയത്തിൻ്റെ പകുതിയോളം നമ്മൾ ഈ മൊബൈലിൽ ചെലവഴിക്കുന്നുണ്ട്. അതുകൊണ്ട് മൊബൈൽ ഫോണിൻ്റെ സമയത്തിൻ്റെ കാര്യത്തിൽ പണ്ടൊക്കെ നമ്മൾ പറയാ സമയം ലിമിറ്റ് ചെയ്യണം എന്നൊക്കെയാണ്. എങ്ങനെ ലിമിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിൽ കുറേ സമയം വെക്കുക, കുറേ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. കുട്ടികൾക്കാണെങ്കിൽ പലപ്പോഴും രക്ഷിതാക്കൾ ചെയ്യുക സമയം വെച്ച് കൊടുക്കലാണ്. എങ്ങനെ 30 മിനിറ്റ് ഉപയോഗിക്കുക, കുട്ടികൾക്ക് 30 മിനിറ്റ്, കുട്ടി 31 ആകുമ്പോൾ നമ്മളെ പിടിച്ച് വാങ്ങുക. ഈ സംഗതി കൊണ്ട് വലിയ പ്രയോജനമൊന്നും കിട്ടൂല കേട്ടോ. ഈ സംഗതി കൊണ്ട് ഞാൻ വളരെ ബോധപൂർവ്വം പറയുകയാണ്, നമ്മളൊക്കെ വിചാരിച്ചത് ഇത് വലിയ പരിഹാരമാണെന്നാണ്. അങ്ങനെ നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടുവരുന്ന ഈ സമയബന്ധിതമായ ചില നിയന്ത്രണങ്ങളുണ്ടല്ലോ, ആ നിയന്ത്രണങ്ങൾ കൊണ്ട് നിലനിൽക്കില്ല അത്തരം നിയന്ത്രണങ്ങൾ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ വ്യക്തിപരമായ ആ കാര്യം ബോധ്യപ്പെട്ടുകൊണ്ട് എടുത്തു വെക്കുന്നത് വരെയും അതിൽ പല ലിമിറ്റും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചോദിക്കുക, കുട്ടികൾക്ക് എങ്ങനെ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെയാണ് കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ സമയം നിശ്ചയിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് സമയം നിശ്ചയിക്കാതെ തന്നെ അവരിൽ നിന്നും ആ ഫോൺ വാങ്ങുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക്, നമ്മളൊരു ഫോൺ ഇങ്ങനെ കൊടുക്കുകയാണ് കുട്ടിക്ക്. ഒന്നാമത്തെ കാര്യം, കുട്ടിക്ക് ഫോൺ കൊടുക്കുന്നത് എന്തിനെന്നുള്ള വലിയ വിഷയമാണ്, അത് അടുത്തതായി പറയാം. പക്ഷേ ഫോൺ കൊടുത്താലും ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള മക്കൾക്ക്, പ്രത്യേകിച്ച് വല്യപ്പാര് കേൾക്കാൻ വേണ്ടി പറയാണ്, കുട്ടികൾ മാതാപിതാക്കളുടെ ഫോണിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നത് വല്യമ്മാനി ഫോണാണ്. അത് എളുപ്പം കിട്ടും. വാപ്പാനി ഫോൺ എപ്പോഴും ബിസി ആയിരിക്കും. വല്യമ്മാനി ഫോൺ കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിലെന്ത് ചെയ്താലും മറ്റാരും നോക്കും കൂടിയില്ല. അത് ഭയങ്കരമായ എളുപ്പമാണ് കുട്ടികൾക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത് നിങ്ങൾക്ക്, ഈ പറയുന്ന ഫോൺ സമയം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഇഫ് യു റെസിസ്റ്റ് ഇറ്റ് വിൽ പേഴ്സിസ്റ്റ് എന്നാണ്. നിങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ, നിങ്ങളിങ്ങനെ തല്ലി പ്രഷർ കൊടുക്കാൻ ശ്രമിച്ചാൽ അത് വീണ്ടും പൊട്ടിത്തെറിക്കുന്നതാണ്. അത് കുട്ടികളിൽ സംഭവിക്കും. നമ്മളുണ്ടല്ലോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വീട്ടിലെ കുട്ടികളുടെയും നമ്മുടെയും എല്ലാം മൊബൈൽ ഫോണിൻ്റെ സമയം നിയന്ത്രിക്കാൻ വീട്ടിലൊരു കൾച്ചറാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, ഒരു സംസ്കാരമാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. എന്താണ് ആ സംസ്കാരം ഞാൻ വളരെ കൃത്യമായി ഇവിടെ പറയും, പോയിന്റായി പറയും. ഇതെല്ലാം നമ്മുടെ വീട്ടിലെ സംസ്കാരമായി മാറിയിട്ടുണ്ടോ നമ്മളൊന്ന് വിലയിരുത്തിയാൽ മതി. ഒന്നാമത്തെ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്, വീട്ടിലെ കുട്ടികളുടെയും നമ്മുടെയും ഫോണിൻ്റെ സമയം നിയന്ത്രിക്കാനുള്ള ഒന്നാമത്തെ സംസ്കാരം എന്ന് പറയുന്നത്, വീട്ടിൽ ഫോൺ വെക്കാൻ ഒരു ഇടം വേണം എന്നുള്ളതാണ്. വീട്ടിൽ ഫോൺ വെക്കാൻ ഒരു സ്ഥലം വേണം. വീട്ടിൽ ഫോൺ എല്ലാവരുടെയും വെക്കേണ്ട സാധനമല്ല. നമ്മൾ വീട്ടിലെ TV നമ്മൾ ബെഡ്റൂമുക്കും അടുക്കളയ്ക്കൊക്കെ അങ്ങനെ ഏറ്റവും കൂടെ നടക്കുമോ? അങ്ങനെ ഉണ്ടോ? ഉച്ചയ്ക്ക് രാവിലെ നമ്മൾ ഭക്ഷണം വെക്കാൻ നടക്കുമ്പോൾ വീട്ടിൽ നിന്ന് TV എടുത്ത് അടുക്കളയിൽ കൊണ്ട് വെക്കുക, ഉച്ച നമ്മൾ ഇവിടെ കൊണ്ടു വെക്കുക, അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. അത് എവിടെയാണ് ഇരിക്കേണ്ടത് അവിടെ ഇരിക്കുള്ളൂ. പക്ഷേ ഈ മൊബൈൽ ഫോൺ ബെഡ്റൂമുക്കും കൊണ്ടുപോകും, അടുക്കളയ്ക്കും കൊണ്ടുപോകും, ബാത്റൂമുക്കും കൊണ്ടുപോകും, അങ്ങനെ ഉണ്ടല്ലോ. ചില ആൾക്കാർക്കൊക്കെ അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പോലും ബാത്റൂമുക്ക് കൊണ്ടുപോകണം ഫോൺ. അങ്ങനെ ഉണ്ട് ഇപ്പോൾ. ഇത് ഞാൻ വെറുതെ പറയല്ല. പുതുതലമുറയിൽ വളരെ വ്യാപകമായുള്ള സംസ്കാരമാണിത്. വളരെ വ്യാപകമായ സംസ്കാരമാണ്. എത്ര വലിയ അപകടം അതുകൊണ്ട് ഉണ്ടാവണമെന്ന് അറിയോ? അത് മുതൽ ബെഡ്റൂമും അടുക്കളയും കോലായും നമ്മൾ ഉപയോഗിക്കുന്ന ഡൈനിങ് ഹാളിലെ ഭക്ഷണം കഴിക്കുന്നത് ഇവിടുത്തെ ഫോൺ ഉണ്ടാവും. അതുകൊണ്ട് വീട്ടിൽ ഫോൺ വെക്കാനൊരു ഇടം വേണമെന്ന് പറയുമ്പോൾ എൻ്റെ മുമ്പിലുള്ള മുഴുവൻ ആളുകളോട് ഞാൻ ആത്മാർത്ഥമായി പറയാണ്, നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഭക്ഷണം, നമ്മൾ വണ്ടിയൊക്കെ ഓഫാക്കി കഴിഞ്ഞാൽ കയറുമ്പോൾ നമ്മൾ വണ്ടിയുടെ ചാവിയോട് തൂക്കിയിടില്ലേ, താക്കോല് തൂക്കിയിടൂലേ, അതുപോലെ ഒരു സ്ഥലം വീട്ടിലുണ്ടായാൽ മതി. നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ ഫോൺ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ബെഡ്റൂമിൽ ഫോൺ ഉപയോഗിക്കുന്ന ഫോൺ ഉപയോഗിക്കുക, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അടുക്കളയിൽ ഉപയോഗിക്കുക ഫോൺ ഉപയോഗിക്കുക. പക്ഷേ ഫോൺ എല്ലാവരുടെയും വെക്കാൻ പറ്റിയ ഡിവൈസ് അല്ല. അതിന് ഒരുപാട് അപകടങ്ങളുണ്ട്. ഒരപകടം മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഫോണിൻ്റെ ഒക്കെ പിന്നിലുള്ള അൽഗോരിതത്തെ കുറിച്ച് പറയേണ്ട. അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതുപോലെ ഫോണിന് നമ്മുടെ കാര്യങ്ങളെ കേട്ട് മനസ്സിലാക്കി ചിന്തിക്കാൻ സാധിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയോ, നമ്മുടെ ഈ ഫോൺ എവിടെ വെച്ചാലും ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമുക്കറിയില്ല. അതുകൊണ്ട് എന്താണെന്നറിയോ, ചില ആളുകളൊക്കെ എന്തെങ്കിലും കാര്യം സംസാരിച്ചിട്ട് പിന്നെ ഫോൺ കൊണ്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിലുണ്ടാവും അതിൻ്റെ പരസ്യം. അപ്പോൾ ചില ആൾക്കാരൊക്കെ വിചാരിച്ചത് ഇതിപ്പോൾ എങ്ങനെ വന്നത്, നമ്മളുണ്ടാവില്ലോ. എനിക്കൊരു തടി അമ്മയാക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ജിമ്മിൻ്റെ പരസ്യം വന്നു. എനിക്കൊന്ന് ഷവർമ്മ കഴിക്കണമെന്ന് ആഗ്രഹം വന്നാൽ ഷവർമ്മൻ്റെ പരസ്യം വരും. എന്താഗ്രഹിച്ചാലും അതൊക്കെ വരും. ഇതെങ്ങനെ വരുന്നത്? അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ റെക്കോർഡിങ് ഓണാണ്.
ഫോണിൽ ഡിഫോൾട്ടായിട്ട് അത് ഓണായിരിക്കും, പിന്നെ നമ്മൾ ഓഫാക്കണം. പക്ഷേ നമ്മളിത് എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റിയ സാധനമല്ലെന്ന് അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്, ഈ സാധനം വെക്കേണ്ടടുത്ത് വെക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വീട്ടിലെ ഒന്നാമത്തെ കൾച്ചർ എന്ന് പറയുന്നത്, ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു കൾച്ചർ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വലിയൊരു മാറ്റം ഉണ്ടാവും. അതെന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? വീട്ടിൽ തോന്നും പോലെ എല്ലാ സ്ഥലത്തും ഇരുന്ന് അവർ ഫോൺ ഉപയോഗിക്കില്ല. ഇതൊരു കുട്ടിയിൽ നിന്ന് മാറി നമ്മളും രക്ഷിതാക്കളും മുതിർന്നവരൊക്കെ കീപ്പ് ചെയ്യേണ്ട സംസ്കാരമാണ്. ഇത് നിങ്ങളൊന്ന് ജീവിതത്തിൽ പരീക്ഷിച്ച് നോക്കി. വലിയ മാറ്റങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാവും. അവിടെ ഫോൺ വെക്കേണ്ട ഒരു സ്ഥലം ഉണ്ടാവണം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരും കോമണായി വെക്കുന്ന സ്ഥലം ഉണ്ടാവുമല്ലോ, അവിടെ ഫോൺ ആവശ്യം കഴിഞ്ഞാൽ വെക്കണം. അതിന് എന്ത് വേണമെന്നറിയോ? ആദ്യം ആവശ്യം കഴിയണം. ഇതെവിടെയെങ്കിലും വെക്കാനുള്ള സ്ഥലം വേണമെങ്കിൽ ഇത് വെക്കാനുള്ള സമയമാണല്ലോ. ഈ സാധനം വീട്ടിൽ കയറിയാൽ നമ്മുടെ ആവശ്യം കഴിയണമെന്നുണ്ടെങ്കിൽ പല സാധനങ്ങളും ബോധപൂർവം വീട്ടിലെ സമയങ്ങളെ കളയുന്നില്ല നമ്മൾ ഉറപ്പിക്കണം. പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ വൈകുന്നേരം വരെയും പണിയെടുത്ത് പുറത്ത് അധ്വാനിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒഴിവ് സമയമാണ് നമ്മൾ വീട്ടിൽ നിന്നാണ് നമ്മൾ ധാരണ. അല്ല, അത് നമ്മുടെ ഒഴിവ് സമയം, നമ്മുടെ കുടുംബ സമയമാണ് നമുക്ക് വൈകുന്നേരം ഉള്ളത്. നമ്മുടെ ഒഴിവ് സമയം എന്ന് പറയുന്നത് അതിനിടയ്ക്ക് നമ്മൾ മാനേജ് ചെയ്യേണ്ട സമയമാണ്. അതുകൊണ്ട് എന്താണെന്നറിയോ, നമ്മളിപ്പോൾ പകലന്തിയോളം പണിയെടുത്ത് ഫോണൊക്കെ എടുത്ത് വൈകുന്നേരം കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കോലായിൽ വന്ന് ഇങ്ങനെ കാല് നീട്ടിയിരുന്നിട്ട് ഇത് തോണ്ടാനിരുന്ന് കഴിഞ്ഞാൽ പിന്നെ രാത്രി 10 മണി ഇത് സ്ക്രോൾ ചെയ്യാൻ സമയമെടുക്കും. പിന്നെ ഇതിപ്പോൾ എവിടെ വെക്കുക? ഇത് വെക്കാൻ സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അത് മറ്റേ കാറ് വാങ്ങാതെ കാർ പോർച്ച് ഉണ്ടാക്കി വെക്കണ മാതിരിയല്ലേ. അങ്ങനത്തെ പരിപാടി നമ്മൾ എടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് വേണമെന്നറിയോ, അടിസ്ഥാനപരമായിട്ട് ഈ ഫോൺ ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ വീട്ടിൽ സ്ഥലം വേണമെന്ന് പറയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെല്ലാവരും വീട്ടിലെ സമയത്ത് ഈ ഫോൺ ഉപയോഗിക്കണം എന്നുള്ള ശ്രദ്ധ. പ്രത്യേകിച്ച് ഡൈനിങ് ടേബിളുകളിൽ, ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങളിൽ ചില ആളുകളുണ്ട് ഡൈനിങ് ടേബിളിലൊക്കെ മീറ്റിംഗ്, മറ്റേത് മറിച്ചത്, കോള്. ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഫോണൊക്കെ അങ്ങനെ വെച്ചിട്ട് ഭക്ഷണം കഴിക്കും. അങ്ങനെ ഉണ്ടല്ലോ, മൂപ്പര് ഭക്ഷണം കഴിച്ചിട്ട് ഫോണിങ്ങനെ വെക്കുക, കഴിച്ച് കഴിഞ്ഞിട്ട് മൂപ്പരെ അറിയിട്ടുണ്ടാവില്ല. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇത്തരം കൾച്ചറുകൾ നമ്മുടെ കുട്ടികളെയും നമ്മുടെ വീടിൻ്റെയും പൊതു സംസ്കാരത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒന്നാമത് പറഞ്ഞത് ഫോൺ വെക്കാനുള്ള സ്ഥലത്തെക്കുറിച്ചാണ്. രണ്ടാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് വീട്ടിൽ ഫോൺ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികളുടെ മുമ്പിൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത്. നിങ്ങൾക്കൊരു ക്ലിപ്പ് അതിൽ കാണാൻ പറ്റും. സൽമാൻ അത് ഓണാക്കണം. അതിൻ്റെ 10ാമത്തെ ക്ലിപ്പ് നിൽക്കണം. ഇപ്പം നിങ്ങൾ നോക്കി നോക്കുക, അതിൽ ഒരു രക്ഷിതാവ് ഫോൺ ഉപയോഗിക്കുമ്പോഴും ഫോൺ ഉപയോഗിക്കാത്തപ്പോഴും എന്താണ് ആ വീട്ടിൽ സംഭവിക്കാന്ന് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കത് കാണിച്ചു തരുന്നത് കേട്ടോ. 9ാമത്തെ എടുക്കോ? ഓക്കെ. നിങ്ങൾ നോക്കി നോക്കുക, ഒരു കുട്ടിയുടെ മുമ്പിൽ ഫോൺ ഉപയോഗിക്കുന്ന രക്ഷിതാവും ഫോൺ ഉപയോഗിക്കാത്ത രക്ഷിതാവും ഉണ്ടെങ്കിൽ അവരുടെ കാഴ്ചപ്പാട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷം തന്നെ എങ്ങനെ മാറുന്നതിന് ഏറ്റവും വലിയ തെളിവാണിത്. നമ്മളൊക്കെയും വീട്ടിൽ അറിഞ്ഞോ അറിയാതെ നമ്മുടെ മക്കളുടെ മുമ്പിൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ്. നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ ഒരിക്കലും ഫോൺ ഉപയോഗിക്കരുത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ നമ്മൾ ഈ ഡിവൈസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട സാധനമാണ്, കുട്ടികൾ ഉപയോഗിക്കേണ്ട സാധനം അല്ലെന്നാണ്. പക്ഷെ കുട്ടിയുടെ മനസ്സിൽ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കുക, വാപ്പ എന്തോ സാധനം ഉപയോഗിക്കണ്ടല്ലോ, ഇത് എനിക്ക് ഉപയോഗിക്കേണ്ടതല്ലേ എന്ന് ചിന്തിക്കുക. ഇത് അടിസ്ഥാനപരമായ വ്യത്യാസം. അപ്പോൾ ഇത് നോക്കി നോക്കുക, നിങ്ങൾ ഒരു ഫോൺ ഉപയോഗിക്കുന്ന രക്ഷിതാവ് അപ്പുറത്ത് ചെയ്യുന്നതും ഫോൺ ഉപയോഗിക്കാത്ത രക്ഷിതാവ് ഇപ്പുറത്ത് ചെയ്യുന്നതും നമ്മൾ വ്യത്യാസം നോക്കി നോക്കി. നിങ്ങൾ ഇങ്ങനെയാണോ നമ്മുടെയൊക്കെ വീട്ടിലത്തെ സംസ്കാരം? നമ്മൾ ആലോചിക്കണം. ഇത് രക്ഷിതാക്കൾ എന്ന് പറയുമ്പോൾ ഈ വാപ്പാനും ഉമ്മാനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറഞ്ഞിട്ടോ, ഈ സദസ്സിലെ മുഴുവൻ ആളുകളുടെയും വീട്ടിൽ ചെറുതും വലുതുമായ മക്കളുണ്ട്. ആ മക്കളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് ഇത് അവരെ വ്യാപകമായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് വേണമെന്നറിയോ, ഞാൻ പറഞ്ഞ ഒന്നാമത്തെ ഫോൺ വെക്കണമെന്ന് പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് നമ്മളെ ഫോണ് നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത്. ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കണം. അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കി നോക്കുക, നമ്മുടെ കുട്ടികൾ വായനാശീലമുള്ളവരാവണം എന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളൊന്ന് കൈവക്കി നോക്കട്ടെ. ഞാൻ നോക്കട്ടെ. കുട്ടികളെ വായനാശീലമുള്ള കുട്ടികളാവണമെന്ന് നല്ല ആലോചിച്ച് കൈവയ്ക്കാൻ മതി. അടുത്ത ചോദ്യം എന്താ നിങ്ങൾക്ക് അറിയാലോ? ഓക്കെ. അറിയുന്ന ആൾക്കാർ കുറേ പേരുണ്ട്, എനിക്കറിയാതെ. ഇനി സ്വന്തമായിട്ട് നന്നായി വായിക്കുന്ന ആൾക്കാർ കൈവക്കി. ഇനി ഒന്ന് വേണമെങ്കിൽ തിരിഞ്ഞു നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾ ആ നേരത്തെ കൈവക്കിയ ആൾക്കാരും ഇപ്പോഴത്തെ ആൾക്കാരുമേ ഇതാണ് വ്യത്യാസം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഞാൻ പറയുന്നത് ഇതുപോലെയാണ് നമ്മുടെ വീട്ടിലെ മുഴുവൻ ചിന്തകൾ മുന്നോട്ട് പോണത്. കുട്ടിയുടെ ഫോൺ എടുത്തു വെക്കണം പറഞ്ഞ രക്ഷിതാക്കൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. കുട്ടി എന്താ ചിന്തിക്കുക?
ഇത് വാപ്പാക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് ഉപയോഗിച്ചൂടെ, ഉമ്മാക്ക് ഉപയോഗിക്കാൻ എനിക്ക് ഉപയോഗിച്ചൂടെ? ഇത് കുട്ടികൾ ഇങ്ങനെ പക്വതയിൽ വാപ്പ ഉപയോഗിക്കുന്ന ഇന്ന കാര്യത്തിനാണ്, ഞാൻ എൻ്റെ പ്രായം ഇതാണ്, ഇങ്ങനെ കുട്ടി ചിന്തിക്കുമോ? ഒരിക്കലും ചിന്തിക്കൂലല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് കാര്യങ്ങൾ കുട്ടികളുടെ മേലെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് നമ്മളാണ് ഏറ്റവും ആദ്യം പാലിക്കേണ്ടത്. നിങ്ങൾ നോക്കി നോക്കുക, പരിശുദ്ധ ഖുർആൻ ഏറ്റവും പ്രധാനമായും പറഞ്ഞൊരു കാര്യമാണ് എന്തെന്നറിയോ? ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. നിങ്ങൾ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു നടക്കരുത് എന്നാണ്. അത് വലിയൊരു ക്വാളിറ്റിയാണ് വിശ്വാസികളുടെ. വായിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കുട്ടികൾ, പക്ഷെ വീട്ടിലൊരു ചെറിയ നേർപ്പദം വന്നാൽ പോലും അതിൻ്റെ റാപ്പ് ഒന്ന് പൊട്ടിച്ച് വായിച്ചു നോക്കണ ശീലം നമുക്കില്ല. വീട്ടിൽ ഖുർആൻ പോലും മക്കളൊപ്പിരുന്ന് ചിരിക്കണ വായിക്കുന്ന ശീലം നമുക്കില്ല. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ബാധകമാണ്. ഞാൻ ഇതൊരിക്കലും നിങ്ങൾ ആരെയും ഒഫൻഡ് ചെയ്യാൻ വേണ്ടി പറയല്ല, നിങ്ങൾ ആരെയും അങ്ങനെ സങ്കടപ്പെടുത്താനോ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പറയല്ല. ഈ ശീലം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം അറിയണം, നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയ നമ്മളെല്ലാം ബാധിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. ഞാൻ വെറുതെ ചോദിക്കട്ടെ, ഈ എൻ്റെ മുമ്പിലേക്ക് രക്ഷിതാക്കളൊക്കെ പണ്ട് വായിക്കാത്ത ആൾക്കാരായിരുന്നോ? അല്ലല്ലോ. നിങ്ങളൊക്കെ നന്നായി വായനാശീലമുള്ള ആളുകളായിരുന്നു. പക്ഷെ ഇപ്പോൾ വായന ഈ സാധനം കൊണ്ട് റീപ്ലേസ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ വായിക്കുന്നതിന് പകരമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇതൊരിക്കലും അതിന് പകരമല്ല എന്നതാണ് ഞാൻ പറഞ്ഞത്. ചില ആൾക്കാരുണ്ടല്ലോ ഈ മ്യൂസിക്കിനെയും ഖുർആാനൊക്കെ പകരം വെക്കും. അങ്ങനെയുണ്ടല്ലോ, നന്നായി പാട്ട് കേൾക്കുന്ന ആൾക്കാരുടെ അവർക്ക് പോയി പറയും നിങ്ങൾ ഖുർആൻ ഓതിക്കൂടെ വയ്ക്കും. ഇതെങ്ങനെ പകരമാകാ? ഈ സാധനം വേറെന്തോ ഒന്നാണ്, ഇതത് വേറെന്തോ ഒന്നാണ്. ഖുർആന്റെ പകരമല്ല മ്യൂസിക്, ഇത് വേറെ സാധനമാണ്. ഖുർആൻ എന്നത് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ കലാമാണ്. ഇതുപോലെയാണ് ശരിക്കും ചില ആൾക്കാരൊക്കെ ഈ മൊബൈലിൽ വായിക്കാറുണ്ട്, മൊബൈലിൽ കുറേ വായിക്കാറെന്നൊക്കെ പറയാം. ഇതിൽ എത്ര വായിച്ചാലും ഒരു പുസ്തകം എടുത്ത് വായിക്കുന്നത് പോലെ ആവില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഈ വിജ്ഞാന വേദി കഴിഞ്ഞ് പോകുമ്പോൾ ഇത് വിജ്ഞാനം കൊണ്ട് മാത്രം നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വളരെ പോയിന്റ് ഇട്ട് പറയുന്നത്, നമ്മുടെ വീട്ടിലെ സംസ്കാരം തുടങ്ങണം. വായിക്കാൻ അറിയാത്ത ആൾക്കാർ നമ്മൾ ആരുമില്ലല്ലോ, നമ്മൾ തീർച്ചയായും വായിക്കുന്ന ആളുകളായി മാറണം. നമ്മുടെ കുട്ടികൾ നമ്മളെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്, ബുക്ക് കൈ കിട്ടിയിട്ടാണോ കാണുന്നതെന്നൊന്നും ആലോചിച്ച് നോക്കി നിങ്ങൾ. നമ്മൾ കയ്യിൽ പുസ്തകം പിടിച്ചുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നമ്മളെ കുട്ടികൾ നമ്മളെ കാണാറുള്ളത്, അത് മൊബൈൽ പിടിച്ചിട്ടാണോ കാണാറുള്ളത്? ഇതാണ് കുട്ടിയുടെ സംസ്കാരത്തെ നിശ്ചയിക്കുക. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുട്ടികളെ കാണുന്നിടത്ത് നമ്മുടെ കുട്ടികൾ നമ്മളെ ഏറ്റവും കൂടുതൽ പുസ്തകം കൈ പിടിച്ചുകൊണ്ട് കാണുന്ന ആൾക്കാരായി മാറണം. അത് വലിയൊരു വിപ്ലവം നമ്മുടെ വീട്ടിൽ തീർക്കും. മൂന്നാമത്തെ ഏറ്റവും അവസാനത്തെ കാര്യം, രണ്ടാമത്തെ പോയിന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വീട്ടിൽ സമയം നിശ്ചയിക്കണം, കുട്ടികളുടെ മുമ്പിൽ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ നമ്മൾ അറിയണം. നമ്മൾ അറിയണമെന്ന് പറയുമ്പോൾ ഇതൊരു പാരൻറ്റിങ് ക്ലാസ് ആയിട്ടല്ല ഞാൻ പറയുന്നത്. സുഹൃത്തുക്കളെ, പുതുതലമുറയിൽ എന്തെല്ലാം അപകടങ്ങളാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത് എന്ന് നമ്മൾ ശരിക്കും അറിയണം. അതറിഞ്ഞാൽ മാത്രമാണ് അതിൽ നമ്മളെ എന്തൊക്കെ ബാധിക്കുന്നുണ്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ നോക്കുക, നേരത്തെ പറഞ്ഞ വിവാഹ വേദികളിലേക്ക് കൾച്ചറുകൾ പോലെ തന്നെ കഴിഞ്ഞ ദിവസം കേരള സർക്കാരിൻ്റെ ശിശുക്ഷേമ വകുപ്പ് ഈ ലിപ്സ്റ്റിക് നിരോധിച്ചു. ആരുണ്ടാവില്ല, ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഭയങ്കര അഭിപ്രായ പ്രകടനമായിട്ട് കുറേ ആൾക്കാരുണ്ട്, ഞങ്ങൾ അന്നേ പറഞ്ഞ ലിപ്സ്റ്റിക് വേണ്ട എന്നുള്ളത്, ലിപ്സ്റ്റിക് പ്രശ്നമാണ് നിങ്ങൾക്ക് അറിയില്ലേ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, എത്ര രക്ഷിതാക്കൾ ഈ നിരോധനത്തിന് മുൻപ് ഇസ്ലാം ആ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഏറ്റെടുത്തിട്ടുണ്ടാവും? പല ആളുകൾക്കും ഗവൺമെൻറ്റോ ശാസ്ത്രമൊക്കെ പറയണം, എന്തിനെന്നറിയോ? ദീനിയായൊരു കാറ്റ് നിലപാടെടുക്കാൻ. ലിപ്സ്റ്റിക് ചുണ്ടിന് കേടായതുകൊണ്ട് നമ്മൾ ഇടാത്തത്? നമ്മളെ കുട്ടികൾ തട്ടിടുന്നത് മുടി കാണിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അല്ലല്ലോ. ഇതെല്ലാം ഇത്തരത്തിൽ എന്തെങ്കിലും പൊതു കാര്യങ്ങൾ വരുമ്പോൾ മാത്രം സ്വീകരിക്കണം നിലപാടല്ലോ. അതുകൊണ്ട് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കുട്ടികളുടെയും നമ്മുടെ കുടുംബത്തിനെയും എല്ലാം പൊതുവിലെ നിലപാടുകൾ മാറുന്ന ഇത്തരം കാഴ്ചകൾ നമ്മളെല്ലാവരും അറിയണം. അതറിയണമെന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ആഘോഷവേളകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. സുഹൃത്തുക്കളെ, ഈ പൊതുവിൽ നമ്മൾ മുൻപൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളെ ആസ്വദിക്കാനും സന്തോഷിക്കാനും പഠിച്ചെടുത്തുനിന്ന് ഇന്ന് വലിയ വലിയ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുന്ന ഡാൻസ് പാർട്ടികളൊക്കെ ഭയങ്കര വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വേള പാലക്കാടൊക്കെ പൊതുവിൽ ഈ കേരളത്തിനെ മൊത്തം പരിശോധിച്ച് കഴിഞ്ഞാൽ നാടൻ മനുഷ്യന്മാരാന്ന് പറഞ്ഞ ജില്ലയാണ് ഈ പാലക്കാടൊക്കെ. അങ്ങനെ ഉണ്ടല്ലോ, ഈ മലപ്പുറവും കോഴിക്കോടും മറ്റ് ജില്ലകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പാലക്കാട് ഒരു പൊതുവിൽ അങ്ങനത്തേനൊന്നും നിൽക്കില്ല എന്ന് പറഞ്ഞ സ്ഥലമാണ്. പക്ഷേ ഈ പാലക്കാട് അങ്ങാടിയിൽ പോലും അത്തരം വലിയ DJ പാർട്ടികൾ നടക്കുന്നുണ്ട്. നമ്മുടെ എല്ലാം യുവാക്കളിൽ പല ആളുകളും അവിടെ എത്തുന്നുണ്ട്. അപ്പം എങ്ങനെ അവരെത്തുന്നത്? അത് ഇതൊന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ്. നമ്മളത് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ പോണത് എങ്ങോട്ടാന്ന് നമ്മൾ അറിയില്ല, ഇവരെന്താണ് ആസ്വദിക്കും നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കുട്ടികളും നമ്മളൊക്കെ കാണുന്ന കാഴ്ചകൾ പരസ്പരം അറിയണം എന്നുള്ളതാണ്. ഞാനൊരു ചോദ്യം മാത്രം ചോദിക്കാം. ഫലസ്തീൻ്റെ ഒരു വീഡിയോ നേരത്തെ ഞാൻ കാണിച്ചു. എത്ര രക്ഷിതാക്കൾ കുട്ടികളെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് ഫലസ്തീനിൽ മോനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടാവും? നിങ്ങൾ കൈയൊന്നും നോക്കണ്ട, ഞാൻ ചോദിക്കാണ്, എത്ര ആൾക്കാരുണ്ടാവും? നമ്മളിത് മൊബൈലിൽ കണ്ടിട്ടുണ്ട്,
നന്മകൾ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ ഒരു നന്മ, ഒരു കുട്ടി ഖുർആൻ ഓതുന്ന വീഡിയോ കണ്ടു, നമ്മുടെ കുട്ടിനെ അങ്ങനെ അടിച്ചു വിളിച്ചിട്ട് നോക്കുക, എൻ്റെ പ്രായമുള്ള കുട്ടിയാണ് ഈ ഖുർആൻ ഓതുന്നത്, നമുക്കിങ്ങനെ ഓതണ്ടേ എന്ന് ചോദിക്കുന്ന സംസാരങ്ങളിലേക്ക്, ഫലസ്തീനത്തെ ഒരു വീഡിയോ കാണുമ്പോൾ ആ കുട്ടിനെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് നമ്മുടെ പ്രായമുള്ള കുട്ടികൾ ഇത്ര വലിയ ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത് എന്ന് പറയുന്ന സംസ്കാരത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. എന്നാൽ മറുവശത്തോ ഈ പറയുന്ന എല്ലാ തിന്മകളും നമ്മളും അവരൊക്കെ അറിയാതെങ്കിലും കാണുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ മക്കൾ ഇന്ന് ഈ പറഞ്ഞ കാഴ്ചകൾ കാണുന്നിടത്ത് ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം. അവരുടെ സംസാരങ്ങളെ പോലും എത്രത്തോളം ആഴത്തിൽ ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിൽ ക്ലിപ്പ് തെറി വിളിയുന്നുണ്ടാവും, ഒന്ന് ഇടണം. ഞാനത് ഇടുന്നത് എന്താണെന്നറിയോ, നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ജസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ. നിനക്ക് കറക്റ്റ് ടൈമിന് വരാൻ അറിയില്ല എന്നാ എപ്പോഴും പറയണോ? ഈ വ്യക്തി ആരാന്നറിയോ നിങ്ങൾക്ക്? ഈ സദസ്സിൽ ഇടേണ്ട വീഡിയോ അല്ല ഇത് ഇടണമെന്ന് ഞാൻ ആഗ്രഹിച്ചതുമല്ല, പക്ഷെ നിങ്ങൾ അറിയണം ഇത്. ഈ വ്യക്തി ആരാന്നറിയോ നിങ്ങൾക്ക്? കഴിഞ്ഞ ദിവസം കേരളത്തിൽ വലിയ വിവാദമാണ്. ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരെ കേരള സർക്കാരിൻ്റെ തൂഫാൻ എന്ന് പറയുന്ന ആ ഒരു വലിയ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യണമെന്ന്. അതിൽപ്പെട്ട ആൾക്കാരാണ് ഇവരൊക്കെ. നമ്മുടെ കുട്ടികളൊക്കെ കാണുന്ന ഗെയിം സ്ട്രീമിങ്ങിൻ്റെയും അല്ലെങ്കിൽ കുറേ ലൈവിൻ്റെയൊക്കെ കൂട്ടത്തിൽ അവർ കണ്ടുപോകുന്ന കാഴ്ചയിൽപ്പെട്ട ഒന്നാണ് എന്തെന്നറിയോ, ഇത്തരം ആളുകളുടെ കാഴ്ചകൾ. തൊപ്പി എന്നും ഡാബ്സി എന്നും വേടൻ എന്നും ഒക്കെ പേരുള്ള കുറേ ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ കാഴ്ചകൾ നമ്മുടെ കുട്ടികളെ വ്യാപകമായി ബാധിക്കുന്നുണ്ട്, അവരുടെ സംസാരത്തെ ബാധിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് സ്കൂളിലേക്ക് ഒന്ന് കയറി ചെന്ന് നോക്കുക, നമ്മുടെ കുട്ടികൾ ഡിസ്കഷനുകളിൽ പോലും ഇത്തരം ആളുകളുടെ സംസാരങ്ങളിൽ പോലും. ഇതറിയാത്തൊരു രക്ഷിതാവ്, ഇത്തരം കാര്യങ്ങൾ കുട്ടികൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാത്ത രക്ഷിതാവ്, സ്വാഭാവികമായിട്ടും അവർ വീട്ടിൽ കുട്ടികളെ എത്ര തന്നെ ചീത്ത പറഞ്ഞാലും എത്ര തന്നെ നമസ്കരിക്കാൻ നിർബന്ധിച്ചാലും അവരുടെ ഉള്ളിലുള്ള ഇത്തരം കാഴ്ചകളാണ് അവരെ നമ്മളെക്കാൾ കൂടുതൽ സ്വാധീനിക്കുക. ഈ ബോധ്യമായിരിക്കണം യഥാർത്ഥത്തിൽ നമ്മൾ കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ അറിയണമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. ഞാനത് പറയാൻ രണ്ടാമത്തെ ഒരു കാരണം കൂടിയുണ്ട്. സുഹൃത്തുക്കളെ, പൊതുവിൽ ഇത് അറിഞ്ഞില്ലെങ്കിലുള്ള ഏറ്റവും വലിയ അപകടം എന്താണെന്നറിയോ? നമ്മളും നമ്മുടെ കുട്ടികളും പോകുന്ന റൂട്ട് രണ്ട് ദിശയിലായി പോകുന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ മക്കളുള്ള സമയത്ത് ഒരു 10, 15, 20 വയസ്സൊക്കെ ഉള്ള പ്രായത്തിൽ അവർ നമ്മളെ കൂടെ ഉണ്ടാവുമെങ്കിലും നമ്മുടെ കയ്യിൽ നിന്നും ഒന്ന് മാറി നിൽക്കുന്ന സമയമായി കഴിഞ്ഞാൽ അവരിത് ആസ്വദിക്കുന്ന ആളുകളായി മാറും. നമ്മളത് അറിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ ഒരു ബോധ്യമായി മാറുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ഇവിടെയൊക്കെയും നമ്മൾ പറഞ്ഞത് സോഷ്യൽ മീഡിയ കാര്യങ്ങളിൽ നമ്മുടെ കുട്ടികൾ ഉണ്ടാകുന്ന ഒരു വിഭാഗപ്പെട്ട അപകടങ്ങളാണ്, സ്വാധീനങ്ങളുമായി ബന്ധപ്പെട്ട അപകടങ്ങളാണ്. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈംഗികപരമായ കാഴ്ചകൾ നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കുന്ന കാര്യം. പുതുതലമുറയിൽ ഇത് വ്യാപകമായി നമ്മൾ കാണുന്നു. ഇത് പുതുതലമുറയിൽ മാത്രമല്ല, ഒരു വേള മുതിർന്നവരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, നല്ല ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ അതികണിശമായി നമ്മളെ താക്കീത് ചെയ്ത ഒന്നാണ് വലാ തഖറബു സിന, നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട ലൈംഗിക കൃത്യങ്ങളുടെ പല രൂപങ്ങളാണ് ഇന്ന് പലപ്പോഴും നമ്മുടെ എല്ലാ മൊബൈൽ ഫോണിലൂടെ കൺസ്യൂം ചെയ്യുന്നത്. എത്രത്തോളം അതിന് നമ്മൾ വലിയ അശ്ലീല കാഴ്ചകളിലേക്കൊന്നും പോണ്ട. കേരളത്തിലടക്കം ചില കണക്കുകൾ പറയുന്നത് 82% യുവാക്കൾ അത്തരം അശ്ലീല കാഴ്ചകൾ കാണുന്നവരാണ് എന്നതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഒരു തലമുറ ദീനിയായി ചിട്ടയോടുകൂടി നന്മയിലൊന്ന് ഒരു പ്രായം കടന്നു പോകാൻ ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അന്ത്യനാളിനോട് അടുക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ദീനിയായ കാര്യങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരു മനുഷ്യൻ 50 സ്വഹാബാക്കളുടെ പുണ്യം, 50 സ്വഹാബാക്കളുടെ പുണ്യം. സ്വഹാബാക്കൾ ചോദിക്കേണ്ട അന്നത്തെ ആളുകളെ കുറിച്ച്. അപ്പൊ പ്രവാചകൻ പറയുന്നുണ്ട്, നിങ്ങളെപ്പോലെയുള്ള 50 മനുഷ്യരുടെ പുണ്യം അവർക്ക് ലഭിക്കുന്നതാണ്. എന്തേ കാരണം അറിയാം നിങ്ങൾക്ക്? അത്രയും ശ്രമകരമായ ദൗത്യമാണ് ഇത് കടന്നു കിട്ടുക എന്നുള്ളത്. ഈ മൊബൈൽ ഫോണിലൂടെ ഈ അശ്ലീലങ്ങളോ മറ്റോ കാണാതെ കടന്നു കിട്ടൽ ഭയങ്കര ശ്രമകരമായ കാര്യമാണ്. അതുകൊണ്ട് എന്ത് വേണമെന്നറിയോ, ഇതിൽ നമുക്കൊരു മറ്റേ വാപ്പയും മകരും കളിയല്ല നമുക്ക് ആവശ്യമുള്ളത്. ഇതൊരു സപ്പോർട്ടിങ് മെൻറ്റാലിറ്റി നമുക്ക് ആവശ്യമുള്ളത്. പൊതുവിൽ നമ്മുടെ വീട്ടിലോ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രളയം വന്നു വിചാരിക്കുക, ഒരു വെള്ളപ്പൊക്കം വന്നു വിചാരിക്കുക. അങ്ങനെ ഒരു പ്രളയം വന്നു കഴിഞ്ഞാൽ നമുക്ക് നീന്താൻ അറിയാം, നമ്മുടെ മക്കൾക്ക് നീന്താൻ അറിയില്ല അതെന്ന് വിചാരിക്കുക നിങ്ങൾ. അപ്പോൾ നീന്താൻ അറിയാത്ത കുട്ടിയും നമ്മളും ഒരുപോലെ നമ്മൾ വിചാരിക്കൂലല്ലോ. ഇനി അത് പ്രളയമാണെങ്കിൽ നീന്താൻ അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഇതാണ് ശരിക്കും ഇതിന് പറ്റിയ ഉദാഹരണം. ഈ മൊബൈൽ ഫോൺ കുട്ടിക്ക് ഉപയോഗിക്കാൻ അറിയില്ല നമുക്കറിയാം, ഉപയോഗിക്കാൻ അറിയാം നമുക്കറിയാം. പക്ഷെ ഉപയോഗിക്കാൻ അറിഞ്ഞാലും ഇല്ലെങ്കിലും ഇതുകൊണ്ടുള്ള അപകടങ്ങൾ നമ്മളെയും അവരെയും എല്ലാം ഒരുപോലെ സ്വാധീനിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളിൽ അശ്ലീലങ്ങൾ വന്നു തുടങ്ങുന്നു എന്നുള്ളത്. ഔറത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായി ഒരു പുരുഷന്റെയോ സ്ത്രീയുടെയോ ഔറത്തായി നിശ്ചയിക്കപ്പെട്ട ഭാഗങ്ങൾക്ക് അപ്പുറത്തേക്കുള്ളത് നഗ്നതയാണ്. അതിൽ നമുക്ക് കാഴ്ചപ്പാട് മാറാൻ പറ്റില്ല.
ഒരു സ്ത്രീയുടെ മുടി ഔറത്താണെന്ന് പറയുമ്പോൾ അത് മറക്കപ്പെടേണ്ടതാണ്. അത് മറക്കപ്പെട്ടില്ലെങ്കിൽ അത് നഗ്നതയാണ്. അത് നഗ്നതയാണ്. അതിലേക്ക് ഒരാണിന് തുറിച്ചു നോക്കാൻ പറ്റില്ല, ആ നഗ്നത കാണാൻ പറ്റില്ല. പക്ഷെ നേർക്ക് നേരെ റിയൽ ലൈഫിൽ നമ്മൾ കണ്ടില്ലെങ്കിലും ഈ മൊബൈൽ ഫോണിലെ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ എത്ര സ്ത്രീകളുടെ മുടി നമ്മൾ കാണും, എത്ര സ്ത്രീകളുടെ ഔറത്തുകൾ നമ്മൾ കാണും. സ്ത്രീകളാണെങ്കിൽ എത്ര പുരുഷന്മാരുടെ അത്തരം കാഴ്ചകൾ നമ്മൾ കാണും. നമ്മൾ പോലും അറിയാതെ ഇത് സംഭവിക്കുന്നുള്ളതാണ്. ഇതുകൊണ്ട് ഒരുപാട് അപകടങ്ങൾ നമുക്ക് എണ്ണി എണ്ണി പറയാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടം എന്ന് പറയുന്നത് നമ്മൾ പോലും അറിയാതെ അത്തരം കാര്യങ്ങൾ നിസ്സാരവൽക്കരിക്കപ്പെടുന്നതാണ്. ഖുർആൻ കൃത്യമായി പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിരന്തരം ചെയ്ത് മാക്കാനു യക്സിബു, അത് നിങ്ങളെ ഹൃദയത്തെ കരിപിടിപ്പിച്ച് കളയും, ബലമുള്ളതാക്കി കളയും എന്ന് പറയില്ലേ, അത് യഥാർത്ഥത്തിൽ നമുക്കിന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് നിരന്തരം കാണുമ്പോഴാണ് അപകടം സംഭവിക്കുക. ഇത് പറയുമ്പോൾ നമ്മൾ ആരും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ, ഞാനിത് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷേ ആ സൂക്ഷ്മത നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. മ്യൂസിക്കിൻ്റെ വിഷയത്തിലാണെങ്കിലും സംഗീതപരമായ വീഡിയോകളോ കാര്യങ്ങളാണെങ്കിലും സിനിമകളാണെങ്കിലും ഒരു വേള നമ്മളൊക്കെ അറിയാതെങ്കിലും കുറേ സിനിമകളൊക്കെ ഇരുന്നിങ്ങനെ കാണാം. ഇതിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കുറേ സിനിമകളുടെ ക്ലിപ്പുകൾ വരും. അത് ചിലപ്പോൾ ഒരു മുഴുവൻ 2.5 മണിക്കൂർ സിനിമ ആയിരിക്കൂല, ചെറിയ സിനിമ ആയിരിക്കും. അതൊക്കെ വളരെ നിസ്സാരമായിട്ട് ഇങ്ങനെ കണ്ടുപോവുക. അത് കുഴപ്പമില്ല നമുക്ക്. അപ്പോൾ സിനിമ ഇപ്പം എന്താ കണ്ടാലോ, അത് ചെറിയ ക്ലിപ്പല്ലേ, അങ്ങനെ നിസ്സാരവൽക്കരിക്കാൻ പറ്റുമോ? നമുക്ക് ഇല്ലല്ലോ. ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ ഈ പറയുന്ന ഇസ്ലാമികമായ കാഴ്ചകളുടെ കാര്യത്തിലുള്ള ആ ഒരു മാന്യത നമുക്ക് നഷ്ടപ്പെട്ട് കൂടാന്നുള്ളതാണ്. അതിൽ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഒരു വേള കുടുംബ ബന്ധങ്ങളെ തന്നെ ഇത് ബാധിക്കുന്നുള്ളത്. സുഹൃത്തുക്കളെ, നമ്മുടെ എല്ലാം കൺസെപ്റ്റുകൾ ഇത് രൂപീകരിക്കുന്നുണ്ട്. എങ്ങനെയാണ് രൂപീകരിക്കുന്നത്? നിങ്ങൾ നോക്കി നോക്കുക. ഇപ്പം ഈ കറുപ്പും വെളുപ്പും, ഇരുണ്ട മനുഷ്യൻ, കറുത്ത മനുഷ്യൻ, വെളുത്ത മനുഷ്യൻ, നല്ല കളറുള്ള മനുഷ്യൻ എന്നൊക്കെ പറയുമല്ലോ. ഒരു വേള നമ്മുടെ നാട്ടിലൊക്കെ കളറ് എന്ന് പറഞ്ഞാൽ തന്നെ വെള്ളയാണ്. അങ്ങനെ ഉണ്ടല്ലോ, കളറ് എന്ന് പറഞ്ഞാൽ തന്നെ വെള്ളയാണ്. ഇപ്പം നിങ്ങൾ വിവാഹ മാർക്കറ്റിക്ക്, ഈ കല്യാണ മാർക്കറ്റിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വിവാഹത്തിന് അന്വേഷിക്കുമ്പോൾ എന്താ പറയുക, അവൻ നല്ല കളറുണ്ട് എന്നാ പറയാം. കളറുണ്ട് എന്ന് പറയുക ഏത് കളറാണ്? എല്ലാ കളറും ആയിക്കൂടെ? എങ്ങനെ വെളുത്തതാന്ന് മാത്രം. പക്ഷെ ഞാൻ കളറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായതാ വന്ന് കളറുണ്ട് പറഞ്ഞപ്പോൾ നല്ല കറുത്ത മനുഷ്യനാണ് വന്നത്? അല്ലല്ലോ, വെളുപ്പനല്ലേ വന്നത്? കൺസെപ്റ്റുകൾ രൂപീകരിക്കപ്പെടും. അപ്പം എങ്ങനെ അറിയാം നിങ്ങൾക്ക്? അതിൻ്റെ ഏറ്റവും ചെറിയൊരു വേഷം ഞാൻ പറഞ്ഞുതരാം. പല സമയത്തും ഇത്തരം കാഴ്ചകളാണ് നമ്മുടെ എല്ലാം തീരുമാനങ്ങളെ നയിക്കുന്നത്. പല സൗന്ദര്യ കൺസെപ്റ്റുകൾ രൂപീകരിക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ ലിപ്സ്റ്റിക്കിനെ കുറിച്ച് പറഞ്ഞില്ലേ, ലിപ്സ്റ്റിക്കൊക്കെ ഒന്നും പോകണ്ട നിങ്ങൾ. ഓരോ ദിവസവും നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുട്ടികളൊക്കെ കാണുന്ന കാഴ്ചയിൽ അതിവ്യാപകമായി കാണുന്ന കാര്യമാണ് ഗെറ്റ് റെഡി വിത്ത് മീ. രാവിലെ തന്നെ ഓരോ പെണ്ണുങ്ങളൊക്കെ രാവിലെ ഇങ്ങനെ വന്ന് ലിപ്സ്റ്റിക്ക് ഇട്ട് ഒരുങ്ങ, ഹിജാബ് സ്റ്റൈല്, ഇന്നിങ്ങനെ തട്ടം ചുറ്റുക. ഇത് കാണാൻ മില്യൺ കണക്കിന് ആൾക്കാരാ, ലക്ഷക്കണക്കിന് ആൾക്കാരാ. നിങ്ങൾ അതിൻ്റെ വ്യൂവേഴ്സിനെ പോയി നോക്കി. ഒരുപാട് ആൾക്കാർ അത് കാണാൻ സാധിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ? അടിസ്ഥാനപരമായിട്ട് ഇത്തരം കാര്യങ്ങൾ, അശ്ലീലമായ കാഴ്ചകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മളത് സ്വാധീനിക്കുന്നതാണ്. ഇനി അവിടെ മറ്റൊരു സാധനമാണ് സാമ്പത്തികമായ നമ്മുടെ കാര്യങ്ങൾ. സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നതും കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അതിനേക്കാൾ വ്യാപകമാണ് ഈ ഓൺലൈൻ തട്ടിപ്പുകളിൽ അകപ്പെടുന്ന ആളുകൾ. നമ്മൾ നോക്കി നോക്കുക, ഇസ്ലാമികമായിട്ട് ഒരു മനുഷ്യന് ഒരിക്കലും മറ്റെന്ത് അപകടത്തിൽപ്പെട്ടാലും പെടാൻ പാടില്ലാത്തൊരു അപകടമാണ് സാമ്പത്തികമായ തട്ടിപ്പ്. ഞാൻ മറ്റപകടത്തിൽ പെടണം എന്നല്ല പറഞ്ഞത്. ഈ തട്ടിപ്പിനെ കുറിച്ച് അത്രത്തോളം താക്കീതുകൾ ഖുർആനിലും ഹദീസിലും മദ്രസ കാലം മുതൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പലിശയുടെ ഒരു അടുപ്പ് പോലും പോവരുത് എന്ന് എത്ര തവണ പഠിച്ചാലും ആമസോണിലോ മറ്റേന്തെങ്കിലും സംവിധാനങ്ങളിലോ വീട്ടിലേക്കൊരു സാധനം വാങ്ങുമ്പോൾ EMI ഇൻസ്റ്റാൾമെന്റിൽ എടുക്കും. എങ്ങനെ എടുക്കാൻ തുടങ്ങിയത്? നിസ്സാരവൽക്കരിക്കുന്നതാണ്. മതപരമായി സാമ്പത്തികമായി ചില നിലപാടുകൾ നമുക്കുണ്ട്. ഇത് ലോകത്ത് മറ്റ് സമൂഹങ്ങൾക്കില്ല. നമ്മൾ തൊട്ട അയൽവാസിയായ മറ്റ് സമുദായത്തിൽപ്പെട്ട ഒരാളത് എടുത്താലും നമുക്കത് എടുക്കാൻ പറ്റില്ല. കാരണം ഇസ്ലാമികമായി പലിശ നമുക്ക് ഹറാമാണ്. അതിൻ്റെ എല്ലാ രൂപങ്ങളും ഹറാമാണ്. അപ്പം എന്ത് വേണമെന്നറിയോ? പലിശയുടെ വ്യത്യസ്തമായ രൂപങ്ങൾ എന്താ നമ്മൾ അറിയണം. സാമ്പത്തികമായി പല തട്ടിപ്പിലും അകപ്പെടുന്ന ആളുകളിൽ നിന്ന് നോക്കി നോക്കുക. പണ്ട് കാലത്ത് നമ്മൾ കേട്ടിരുന്ന സാധനമാണ് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, MLM എന്നൊക്കെ പറഞ്ഞ സംവിധാനം. ഇപ്പോഴും അതിൽ പെടുന്ന ആൾക്കാരുണ്ട്. ഞാൻ വിചാരിക്കും ഈ മനുഷ്യന്മാർക്ക് ഇപ്പോഴും ബുദ്ധി വന്നിട്ടില്ല എന്ന്. അങ്ങനെ ഉണ്ടല്ലോ. ഈ 10-20 വർഷം കഴിഞ്ഞ് ഇപ്പോഴും അതേ അപകടത്തിൽ പോയി പെടുന്ന ആൾക്കാരുണ്ട്. എന്താ പ്രശ്നം എന്ന് അറിയാം നിങ്ങൾക്ക്? ഈ ഓൺലൈൻ മീഡിയയിൽ നമ്മൾ തട്ടിപ്പിന് ഇരയാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇവരൊക്കെ കാണിക്കുന്ന ജീവിത രീതികളാണ്, ലൈഫ് സ്റ്റൈലുകളാണ്. ഇപ്പോൾ ഇടക്കാലത്ത് ഭയങ്കരമായി നമ്മുടെ നാട്ടിലൊക്കെ വർദ്ധിച്ചൊരു ട്രെൻഡായിരുന്നു ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലൂടെ ബെൻസും BMW കാറുകളൊക്കെ വാങ്ങുന്ന ആൾക്കാരെ കാണിക്കുക. അപ്പം ഉണ്ടാവും അതൊക്കെ കണ്ടിട്ട് ഇത്ര പെട്ടെന്ന് പൈസ കിട്ടുന്നതാണെങ്കിൽ, എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ടാഗ് ലൈൻ ഉണ്ടാവും. അതാണ് ഏറ്റവും രസം. മേലെ നമ്മൾ ഈ ഇറച്ചിയിലൊക്കെ എഴുതി വെക്കുന്ന മാതിരി ഹലാൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും.
അങ്ങനെയുണ്ടല്ലോ. നമുക്കത് കണ്ടാൽ മതി. നമ്മൾ ഈ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ചിക്കൻ വാങ്ങണ മാതിരി തന്നെ ഇതിലൊക്കെ ഹലാൽ എന്ന് കണ്ട് നമ്മൾ അതിൽ പോയി ചാടും. ഇങ്ങനെ പോയി ചാടിയൊരു സാധനമാണ് ഈ പറയുന്ന സാധനം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. ഇസ്ലാമികമായി സാമ്പത്തികമായ നിയമങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ പഠിക്കണം. അത് പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. ഈ പള്ളിയുടെ കീഴിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും മതപരമായി സാമ്പത്തികമായ ഒരു മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ നമ്മൾ ഓരോന്നായി പഠിച്ച് മനസ്സിലാക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പലിശയുണ്ട്, അതിൽ EMI ഉണ്ട്, അതിൽ ഇൻസ്റ്റാൾമെൻറ്റുകളുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഒരേ ഗൗരവത്തിൽ തന്നെ കാണണം എന്നുള്ളതാണ്. ഇനി കടം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടും ഇത്തരം കാര്യങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കി നോക്കുക, ഓൺലൈനിലൊക്കെ ഈ ഗോൾഡ് പോലത്തെ സാധനങ്ങൾ പണയം വെക്കാനൊക്കെ ഓൺലൈൻ ആപ്പുകളുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലായിക്കോണമെന്നില്ല കേട്ടോ. പക്ഷേ ഇതിൽ കുറച്ച് യുവാക്കളുണ്ടല്ലോ, ആ യുവാക്കൾക്ക് ഇത് കൃത്യമായി മനസ്സിലാവും. നമ്മളൊക്കെ സ്ക്രോൾ ചെയ്യുന്ന ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇത്തരം സാമ്പത്തിക തട്ടിപ്പുകൾ വഴി കുറേ പൈസ ഒന്നിച്ച് തരാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. അതിലും പോയി ചാടുന്ന ആളുകളുണ്ട്. കുട്ടികളുടെ ഈ വിദ്യാഭ്യാസ കാര്യങ്ങൾ തീരുമാനിക്കുന്നിടത്തും ഈ സാമ്പത്തിക തട്ടിപ്പുണ്ട്. എത്രത്തോളം അറിയാം നിങ്ങൾക്ക്? കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിലെ, എൻ്റെ കുടുംബത്തിലെ എൻ്റെ ഒരു കസിനായിട്ടുള്ള കുട്ടിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, +2 കഴിഞ്ഞ് നിൽക്കുകയാണ്, എന്താണ് ആഗ്രഹം? പൈലറ്റ് ആവാനാണ് ആഗ്രഹം. എന്താവാൻ ആഗ്രഹം? പൈലറ്റ് ആവാൻ ആഗ്രഹം. അതങ്ങനെ ഉണ്ടല്ലോ കുട്ടികൾക്ക്. അങ്ങനെ ഈ LKG കുട്ടി പഠിക്കുന്ന കുട്ടികൾക്ക് ചോദിച്ചാലും JCB ഡ്രൈവർ ആവാൻ ആഗ്രഹം എന്ന് പറയില്ലേ, അതേപോലെ പൈലറ്റ് ആവാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. ഓക്കെ, ആയിക്കോട്ടെ. എങ്ങനെയാണ് ആഗ്രഹം വന്നത്? ആഗ്രഹം വന്നത് ഓൺലൈനിൽ കൂടെയാണ്. ആഗ്രഹം വന്നത് ഓൺലൈനിൽ ഏതോ കുട്ടി അവൻ്റെ പ്രായത്തിൽ 2 വർഷം മുതിർന്നപ്പോഴേക്കും ഫ്ലൈറ്റ് ഓടിക്കുന്ന പരസ്യം കണ്ടിട്ടാണ്. സുഹൃത്തുക്കളെ, 75 ലക്ഷം രൂപ ഫീസുള്ള കോഴ്സാണത്. 75 ലക്ഷം രൂപ. അത് അവന് ഇഷ്ടമാണെന്ന് മാത്രമല്ല, അതിനു വേണ്ടി വാശി പിടിക്കാൻ കുട്ടികൾ തയ്യാറാവുന്നു. എങ്ങനെ? നമ്മുടെ മക്കളിൽ തന്നെ പല ആളുകളും +2ഉം 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കോയമ്പത്തൂരുള്ള കോളേജ്, ബാംഗ്ലൂരുള്ള കോളേജ്, ഈ കോളേജിലൊക്കെ നമ്മുടെ നാട്ടിൽ 30,000 കൊടുത്ത് പഠിക്കേണ്ട അതേ കോഴ്സാണ് 3 ലക്ഷം കൊടുത്ത് പഠിക്കുന്നത്. പക്ഷെ യാതൊരു ബേസും ഇല്ലാതെ അവിടെ പോയി ചേർത്താൻ രക്ഷിതാക്കൾക്ക് മടിയില്ല. എന്തേ കാരണം നിങ്ങൾക്ക്? ഇനി കുറച്ച് വിട്ടു നിൽക്കട്ടെ, ഹോസ്റ്റലിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കട്ടെ എന്നാണ്. അങ്ങനെ ഒരു കാര്യം പഠിക്കൂല കേട്ടോ. നമ്മളടുത്ത് നിന്ന് പഠിക്കാത്ത കാര്യം ഇനി ബാംഗ്ലൂർ പോയിട്ട് പഠിപ്പിക്കാൻ ആരും ഉണ്ടാവില്ല. നമ്മളടുത്ത് നിന്ന് പഠിക്കുന്നത് നമ്മൾ തന്നെ പഠിപ്പിക്കേണ്ടതാണ്. പക്ഷേ ഈ പറയുന്ന തട്ടിപ്പുകൾ, ഞാൻ പറയുന്ന സാമ്പത്തിക തട്ടിപ്പുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണത്. അവിടെ നിന്നാണ് പിന്നെ യൂറോപ്പിലേക്കും മറ്റിടത്തൊക്കെ നമ്മളെ വിദേശ ഇത്തരം ടൂറുകളൊക്കെ നടക്കുന്നത്. ഏത്? കുട്ടികൾക്ക് വേണ്ടി യൂറോപ്പിൽ പഠിക്കാനുള്ള സൗകര്യം ഏജൻസിയാണ്. ഇവിടെ ഒരു നീറ്റ് പരീക്ഷ കിട്ടിയില്ലെങ്കിൽ നാളെ MBBSന് പഠിപ്പിക്കാൻ റഷ്യയിലേക്കാണ് പറഞ്ഞേക്കുന്നത്. 1 കോടി രൂപ ചിലവ്. അപ്പോൾ എന്ത് ചെയ്യുക? ആ 1 കോടി ഉണ്ടാക്കാൻ എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ നമുക്ക് പ്രശ്നമല്ലേ? അല്ല, എഡ്യൂക്കേഷൻ ലോൺ നമുക്ക് പ്രശ്നമല്ലല്ലോ, അതിന് പലിശ അല്ലല്ലോ. ലോൺ എന്ന് 10 അക്ഷരം അങ്ങനെ എഴുതി വെച്ചാൽ പോലും എഡ്യൂക്കേഷൻ ലോണിൽ പലിശ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇതെല്ലാം ഈ പറയുന്ന മൊബൈൽ ഫോണിലൂടെ ഉണ്ടാകുന്ന അപകടമാണ്. ഇതൊക്കെ പറയുമ്പോഴും ഇതുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. വളരെ പോസിറ്റീവായിട്ട് ഈ മൊബൈൽ ഫോൺ കൊണ്ട് വീട്ടിലിരുന്ന് സമ്പാദിക്കുന്ന സ്ത്രീകളുണ്ട്. വല്ല പ്രശ്നമുണ്ട്? അതുകൊണ്ട് ഒരു പ്രശ്നമില്ല, അതുകൊണ്ടൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതൊരു ട്രെൻഡായി മാറുന്നത് മാത്രമേ ഉള്ളൂ. ഭർത്താക്കന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ആണുങ്ങളെ, പുരുഷന്മാരിൽ തന്നെ ഒരുപാട് ആളുകൾ അത്തരത്തിൽ ഈ പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു പ്രശ്നമില്ല. പക്ഷേ ഇത്തരം തെറ്റായ കടക്കണികളിൽ നമ്മൾ പോയി പെടരുത് എന്ന് മാത്രം. എൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മളിപ്പോൾ 2 കാര്യങ്ങൾ വളരെ പ്രധാനമായും പറഞ്ഞു. ഒന്ന് നമ്മുടെ കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 2 നമ്മുടെ വീട്ടിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 3ാമത്തത് അശ്ലീല കാഴ്ചകളുടെയും സാമ്പത്തികമായ രംഗങ്ങളുടെയും കാര്യമാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിനെ ഒരുപാട് പോസിറ്റീവായി ഉപയോഗിക്കാനുള്ള പ്ലാറ്റ്ഫോമുകൾ ഇന്ന് മൊബൈൽ ഫോണിലുണ്ട്. പക്ഷേ പലപ്പോഴും ഈ ഓൺലൈനിൽ നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ മുന്നോട്ട് പോകാറില്ല. ഓൺലൈനിൽ പല കോഴ്സിനും ജോയിൻ ചെയ്യും, അങ്ങനെയുണ്ടല്ലോ, പല കോഴ്സുകൾ എടുക്കും, യൂട്യൂബിൽ പല വീഡിയോ കാണും. പക്ഷെ ഇതൊന്നും നമ്മൾ തലയിൽ കയറൂല. മിക്കവാറും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 വയസ്സും 45 വയസ്സും കഴിഞ്ഞാൽ നമ്മൾ റിട്ടയർ ആവും എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഈ 45 വയസ്സൊക്കെ കഴിഞ്ഞാൽ തന്നെ ഒന്നും ഓർമ്മ നിൽക്കണില്ല, വെയ്യപ്പോൾ ഇടുപ്പൊക്കെ വേദനയാണ്. ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ 45 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മൂപ്പര പരിപാടി 70 വയസ്സ് കാത്തുക്കലാണ്. അങ്ങനത്തെ ഒരു പരിപാടിക്ക് നമ്മൾ നിൽക്കരുത്. പ്രവാചകൻ അതിൽ നമുക്ക് വലിയ മാതൃകയാണ് സുഹൃത്തുക്കളെ. 63ാമത്തെ വയസ്സിൽ പ്രവാചകന് പനി വന്ന് പ്രവാചകന്റെ ശരീരം തളരുന്നത് വരെയും സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പൂർണ്ണമായ ആരോഗ്യവാനായിരുന്നു. പ്രവാചകന്റെ ജീവിതത്തിലെ അവസാന യുദ്ധം നടക്കുന്നത് മുതൽ പ്രവാചക ജീവിതത്തിലെ ഹജ്ജ് വരെയും പ്രവാചകൻ ആ പ്രായത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തേ അത് മാതൃകയാക്കാൻ പറ്റാത്തത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ അവതരിച്ച് തുടങ്ങുന്നത് 40ാമത്തെ വയസ്സിലാണ്. പ്രവാചകന്റെ ഖുർആൻ അന്തിമമായി പ്രവാചകൻ അവതരിക്കുന്ന പ്രായം 63ആണ്. 63ാമത്തെ വയസ്സിലും ജിബ്രീൽ പ്രവാചകൻ ഒരു ആയത്ത് ഓതിക്കൊടുത്താൽ അത് മനഃപ്പാടമാക്കാൻ പ്രവാചകന് കഴിയുമെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും അത് കഴിയും.
അതിന് 60, 50, 70 ഒന്നും പ്രശ്നമല്ല. ഈ മൊബൈൽ ഫോൺ നമുക്ക് പോസിറ്റീവായി ഉപയോഗിക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. പീസ് റേഡിയോ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഏറ്റവും നല്ല ഉദാഹരണമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ഫോണിൽ മിക്കവാറും പീസ് റേഡിയോ ഉണ്ടാവും. പക്ഷെ ശരിക്കും സമയമെടുത്ത് കേൾക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും? നമ്മൾ ഈ പറയുന്ന വാട്സപ്പിൽ സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് വേണ്ടി ചെലവഴിക്കുന്നതിനേക്കാൾ സമയം നമ്മൾ ചെലവഴിക്കുന്നത് ഷെയർ ചെയ്യാനാണ്, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാനാണ്. പക്ഷേ പീസ് റേഡിയോ ഓപ്പൺ ആക്കിയിട്ട് നമ്മളത് കേൾക്കാൻ തയ്യാറായാൽ അത് നമുക്ക് ചെലവഴിക്കുന്ന സമയമാണ്. ഇതാണ് അതിൻ്റെ വ്യത്യാസം. അതുകൊണ്ട് നമ്മൾ വ്യവസ്ഥാപിതമായി നമ്മുടെ പഠനങ്ങൾ നടത്താൻ ഈ ഫോൺ ഉപയോഗിക്കുന്നതാണ്. ഏത് പ്രായക്കാരായിക്കോട്ടെ, എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവർക്കും സുഹൃത്തുക്കളെ ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ ഇത് വലിയൊരു പഠനോപാധിയാണ്. എത്രത്തോളം അറിയും? ഇപ്പോൾ പണ്ട് മദ്രസയെ പഠിച്ചിരിക്കും നമ്മൾ. ഇപ്പം നമുക്ക് അങ്ങനെ ഖുർആൻ ഓതാനൊക്കെ ചില തപ്പുതിപ്പലുകളൊക്കെ ഉണ്ടാവും. നമുക്ക് അത്ര തന്നെ കൃത്യമായി ഓതാൻ അറിയുന്നുണ്ടാവില്ല. ഇത് നമുക്ക് പുറത്ത് പറയാൻ മടിയായിരിക്കും. അങ്ങനല്ലോ ഒരു പള്ളിയിൽ പോയിട്ടോ ഒരു ഉസ്താദിന് മുമ്പിൽ പോയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുമോ? അതിൽ കുറേ ലിമിറ്റ് നമുക്ക് ഉണ്ടാവും. പക്ഷേ സുഹൃത്തുക്കളെ, ഇതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾ മലയാളം ഖുർആൻ പഠിക്കാനുള്ള ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ അലിഫും ബാവും മുതൽ പഠിപ്പിക്കുന്ന കോഴ്സുകളുണ്ട്. നമ്മൾ പിന്നെ എങ്ങനെയാണ് ഖുർആൻ ഓതാൻ എന്ത് തടസ്സം നമുക്ക് പറയാൻ പറ്റുക? നമുക്ക് ഖുർആൻ ഓതാൻ അറിയില്ലാന്നോ, മദ്രസയിൽ നമ്മൾ പഠിച്ചിട്ടില്ലാന്നോ? ഇത്രയും വലിയൊരു അനുഗ്രഹം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ഈ പറഞ്ഞ തിന്മകളൊക്കെ പറയുമ്പോൾ അതൊക്കെ നമുക്ക് അറിയാം. പക്ഷേ ഇതിൻ്റെ പോസിറ്റീവായ ഉപയോഗം നമുക്ക് അറിയില്ലെങ്കിൽ അത് വലിയ നഷ്ടമാണ്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ വായനയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മൊബൈൽ ഫോൺ നമ്മൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളത്. അവിടെ എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, പ്രത്യേക ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളമൊക്കെ നിങ്ങൾ ധാരാളമായിട്ട് പ്രസംഗങ്ങളൊക്കെ കേൾക്കും. അങ്ങനെയുണ്ടല്ലോ, പ്രഭാഷണങ്ങൾ നമ്മളിങ്ങനെ അടുക്കളയിൽ പണിയെടുക്കുമ്പോഴൊക്കെ അവിടെ വെക്കും, അത് ഫുള്ള് കേൾക്കും. പക്ഷെ ഇതൊന്നും തലയിൽ നിൽക്കൂല. അതിനൊരു കാരണമുണ്ട്. നമ്മുടെ തലച്ചോറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടനയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മെമ്മറി എന്ന് പറയുന്നത്, ഓർമ്മ നിൽക്കുക എന്നുള്ളത്. ഈ മെമ്മറി എന്ന് പറയുന്നത് 2 രൂപത്തിലുണ്ടാവുക. ഒന്ന് ഷോർട്ട് ടേം മെമ്മറിയും 2 ലോങ് ടേം മെമ്മറിയാണ്. ചില കാര്യങ്ങൾ പെട്ടെന്ന് മറക്കും, ചില കാര്യങ്ങൾ മറക്കൂല. അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പം നമ്മളെ വാപ്പാൻ്റെ പേരെന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഓർമ്മ ഉണ്ടായിരുന്നു, ഇപ്പം മറന്നുപോയി. അങ്ങനെ അറിയാം നമ്മൾ? ഇല്ലല്ലോ. അത് മറക്കണ പരിപാടി ഇല്ലല്ലോ. അതെന്ത് എപ്പോഴും ഓർമ്മക്കാനുള്ള കാരണം അത് ലോങ് ടേം മെമ്മറിയായി സേവ് ചെയ്തതാണ്. പക്ഷേ ഇന്നലെ ഫോണിൽ ഡയൽ ചെയ്ത നമ്പർ ഓർമ്മ വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ മറന്നു വിട്ടു പറഞ്ഞാൽ അത് മറക്കും, സ്വാഭാവികമാണ്. കാരണം എന്താണ്? അത് ഷോർട്ട് ടേം മെമ്മറിയാണ്. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെ എവിടെ കയറ്റി വെക്കണമെന്ന് നമ്മളെ തീരുമാനിക്കുക. അതുകൊണ്ട് ഏത് പ്രായത്തിലും ഈ മൊബൈൽ ഫോൺ നമുക്ക് ഇസ്ലാമികമായ പഠനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് അതിന് ഏറ്റവും നല്ല ഒരു ഉപാധിയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോയിൽ വളരെ വ്യവസ്ഥാപിതമായി ഒരുപാട് കോഴ്സുകളുണ്ട്. ആ കോഴ്സുകളൊന്ന് ഓപ്പൺ ആക്കി അതൊന്ന് ഒരു ബുക്കും പേപ്പറും പേനെടുത്തൊന്ന് പഠിക്കാൻ തയ്യാറായാൽ അൽഹംദുലില്ലാ ഇത് നാളെ പരലോകത്ത് വരുമ്പോൾ നമുക്ക് അനുകൂലമായി മറുപടി പറയുന്ന ഒന്നായി മാറും. അതല്ലെങ്കിൽ നമ്മൾ ശരിക്കും പേടിക്കണം. ഇതൊരു പക്ഷേ നമുക്കെതിരായി സാക്ഷി പറയുന്ന അവസ്ഥയിലേക്ക് മാറുന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ആ പഠനത്തിൻ്റെ കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. അത് ഉപയോഗിക്കാൻ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിൽ മുതിർന്ന ആളുകളൊക്കെ ഉണ്ട്, നിങ്ങളൊക്കെ ഇത് കേട്ടിങ്ങനെ പോകും. അങ്ങനെ ഉണ്ടല്ലോ, എനിക്കറിയാം. നമ്മൾ പല ആൾക്കാരും അതൊക്കെ ഇപ്പോൾ നമുക്ക് പഠിക്കാനൊക്കെ പള്ളിയിൽ പഠിച്ചാൽ ഇങ്ങനെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. സഹോദരങ്ങളെ, ഇത് നമ്മൾ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവില്ല. ഇസ്ലാമികമായി പഠനങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാരത്തെ ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിലും പീസ് റേഡിയോയിലൊക്കെ എങ്ങനെയാണ് ആ കോഴ്സുകൾ എടുക്കേണ്ടത്, നിങ്ങൾക്ക് ഏത് വിഷയമാണോ പഠിക്കേണ്ടത്, ഇസ്ലാമിലെ ഫിഖ് ആണോ, ഹദീസുകളാണോ പഠിക്കേണ്ടത്, നിങ്ങൾക്ക് ഖുർആൻ പാരായണം ചെയ്യാനാണോ പഠിക്കേണ്ടത്, തൗഹീദാണോ നിങ്ങൾക്ക് പഠിക്കേണ്ടത്, ഏതിനും ഒരുപാട് കോഴ്സുകൾ ലഭ്യമാണ്. അത് നിങ്ങൾ കൃത്യമായും ഉപയോഗിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. തീർച്ചയായും ഞാൻ പറഞ്ഞ പോയിന്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ എല്ലാം കുടുംബത്തിൻ്റെ അന്തരീക്ഷം നമ്മൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ഈ മൊബൈൽ ഫോൺ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ എന്ന പേരിൽ നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസ് ഒരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. ആ ക്യാമ്പയിൻ്റെ അടിസ്ഥാന ലക്ഷ്യം തന്നെ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ പറ്റില്ല എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ പറ്റില്ല എന്ന് വെച്ചാൽ ഈ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പോലത്തെ ആപ്ലിക്കേഷൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ നോക്കി നോക്കുക, എൻ്റെ മുമ്പിലിരിക്കുന്ന പല കുട്ടികൾക്കും, നമ്മുടെയൊക്കെ മക്കളിൽ പല ആളുകൾക്കും അത്തരം പ്ലാറ്റ്ഫോമുകളിൽ അക്കൗണ്ട് ഉണ്ടാവും. നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. അവർക്ക് ആ അക്കൗണ്ടുകൾ ഒരിക്കലും ലഭ്യമാക്കി കൊടുക്കരുത്. നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ വെള്ളത്തിൽ കണ്ട് പറഞ്ഞയച്ചിട്ട് നീന്താൻ അറിയില്ലെങ്കിൽ ഇറങ്ങാണ്ടട്ടോ എന്ന് പറയാൻ പറ്റൂലല്ലോ. വെള്ളത്തിൽ കണ്ട് വിട്ടിട്ടേ നീന്താൻ അറിയില്ലെങ്കിൽ ഇറങ്ങരുതിട്ടോ എന്ന് പറയാൻ പറ്റൂലല്ലോ. അതുപോലെ ഈ മൊബൈൽ കണ്ട് കൊടുത്തിട്ട് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല.
ഒരു കാര്യം ഉണ്ടാവില്ല. ഈ സാധനം കൊടുക്കുന്നതിന് മുൻപ് ഇതിലെന്ത് ഉപയോഗിക്കണമെന്ന് ശരിക്കും പഠിപ്പിച്ചു കൊടുക്കണം. കുഞ്ഞു മക്കളുടെ രക്ഷിതാക്കൾ നിർബന്ധമായി ശ്രദ്ധിക്കണം. ഒരു കുട്ടിയും 5 വയസ്സിന് താഴെ ഈ സ്ക്രീനിൻ്റെ വെളിച്ചം കണ്ടുപോകരുത്. അത്ര വലിയ അപകടമാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. WHO എന്ന് പറയുന്ന ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സ്ക്രീൻ ലൈറ്റ് പോലും കാണാൻ പാടില്ല. നമ്മളൊക്കെ ചിന്തിക്കും, അതൊക്കെ ഭയങ്കര നടക്കുക. കുട്ടികളുണ്ടല്ലോ നമ്മളെക്കാരും എളിവിടെയായിട്ട് ഈ സാധനം ഉപയോഗിക്കുന്ന നമ്മൾ പറയാം. ഒരിക്കലും ന്യായീകരണമല്ല സുഹൃത്തുക്കളെ. 5 വയസ്സിന് താഴെ കുട്ടികൾ ഇത് കാണുമ്പോൾ, ഇതിൻ്റെ സ്ക്രീൻ വെളിച്ചം കണ്ടാൽ അതിവ്യാപകമായ അപകടങ്ങൾ അതുകൊണ്ട് സംഭവിക്കാനുണ്ട്. ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വാശി പിടിച്ചാൽ, കരയുമ്പോൾ, ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഫോൺ കൊടുക്കുന്ന ശീലം നമ്മൾ ഒഴിവാക്കണം. അതിനുവേണ്ടി എന്തെല്ലാം സൗകര്യങ്ങൾ വേണോ അത് നമ്മൾ ഒരുക്കി കൊടുക്കണം. സ്വാഭാവികമായും ഒരുപാട് സംഗതികൾ വരും. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ പറയാൻ പറ്റും. കഴിഞ്ഞ ദിവസം എൻ്റെ അയൽവാസിയായ കുട്ടി വന്നു, 9 വയസ്സുള്ള അവൾക്ക്. അവളുണ്ടല്ലോ എൻ്റെ അടുത്ത് വന്നെന്താണെന്നറിയോ, ഓർഡർ പിടിക്കാൻ വേണ്ടി വന്നാൽ. ഓർഡർ എന്താണെന്നറിയോ, ഈ നെറ്റിങ് എന്ന് പറഞ്ഞ സാധനമാണ്. നെറ്റിങ് എന്ന് പറഞ്ഞാൽ തുന്നിക്കൊണ്ട് സാധനങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഈ തുന്നൽ കുട്ടികൾ പഠിക്കും. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത്, ഈ കുട്ടി മൊബൈൽ ഉപയോഗിക്കാറേ ഇല്ല. അവളുടെ ഉമ്മ മൊബൈൽ കൊടുക്കുക. 9 വയസ്സായി, തീരെ ഉപയോഗിക്കാറില്ല. നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടാവും, നിങ്ങൾ വന്നാൽ നമ്മൾ കാണിച്ചു തരും. ആ കുട്ടി തീരെ ഉപയോഗിക്കാറില്ല. മാത്രമല്ല എൻ്റെ അടുത്ത് വന്നതെന്ന് അറിയാം, നിങ്ങൾക്ക് മൊബൈലിനെ പൗച്ച് ഉണ്ടാക്കി തരാമെന്ന് നിറ്റിങ് കൂടെ. അപ്പോൾ എത്ര രൂപയാണ്? 300 രൂപയാണ്. ഞാൻ ഓർഡർ കൊടുത്തു. കുട്ടികൾക്ക് അങ്ങനെ ഒരുപാട് അവസരങ്ങൾ ഇതില്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കും. ഇതുണ്ടെങ്കിൽ എന്താണെന്നറിയോ, ഒരു സാധനം കണ്ടുപിടിക്കൂല. ഇതായിരിക്കും ഏറ്റവും വലിയ പരിഹാരം. ഇത് കൊടുക്കലായിരിക്കും ആദ്യത്തെ പരിഹാരം. ഇതില്ലാതാവുമ്പോൾ മാത്രമാണ് പണ്ട് കാലത്ത് നമ്മൾ കുറേ കഥ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്നാമത്തത് വീട്ടിലെ സംസ്കാരമാണ്, കുട്ടികളുടെ കാര്യമാണ്. രണ്ടാമത്തത് നമ്മുടെ തന്നെ കാഴ്ചകളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തത് സാമ്പത്തികമായ ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നാലാമത്തത് നമ്മുടെ പഠനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. തീർച്ചയായും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ ആ കോടതിയിൽ നമ്മൾ ഒന്നിച്ചു വരുമ്പോൾ അവിടെ ഇത് നമുക്കെതിരെ പറയില്ല, നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കണം. فمقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. എത്ര കൃത്യമാണ് ഖുർആൻ പറഞ്ഞത്. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, അള്ളാഹിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത്, ആ സമയത്ത് അള്ളാഹ് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ സമയത്ത് വനഹൻ നഫ്സ അനിൽ ഹവ, നമ്മുടെ ദേഹേച്ഛകൾ സ്വാഭാവികമായും ഇങ്ങനെ സുഖമായിരിക്കലായിരിക്കും. പല ആളുകളും ഒരു ജോലിക്കും പോവാതെ ഫോണും പിടിച്ച് വീട്ടിലിരുന്നാലും ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാരുണ്ട്. സമയം രാത്രി 12, 1, 2 കഴിഞ്ഞ് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. വേൾഡ് കപ്പിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു കേട്ടോ. ഏത് സമയത്താണെങ്കിലും ഈ സാധനം സമയമില്ലാതെ ഉപയോഗിച്ച് രാവിലെ 10, 11 മണി വരെ വീട്ടിൽ കടന്ന് ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെയും ഈ സംസ്കാരമൊക്കെയും ഇതിന്നുണ്ടായതാണ്. അത് തിരുത്തപ്പെടേണ്ടതാണ് എന്നാണ് ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് ഇത് തീർച്ചയായും നമുക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞൊരവസ്ഥ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ നന്നായി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനകൾ വളരെ സ്പെസിഫിക് ആവണം. ഞാൻ എല്ലാ സദസ്സുകളിലും പറയുന്ന പോലെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനകൾ എണ്ണി പ്രാർത്ഥിക്കുന്ന ആളുകളാവണം. നിങ്ങൾ എത്ര ആളുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിക്കാം. അള്ളാഹുവേ, ഈ മൊബൈൽ എനിക്ക് നന്മയിൽ മാത്രം ഉപയോഗിക്കാൻ ഉതകുന്ന സാധനമാക്കി തരണേന്ന് എത്ര ആൾക്കാർ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും? നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. സുഹൃത്തുക്കളെ, നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും, ഞാൻ ഈ പറഞ്ഞ എന്ത് ക്രൈറ്റീരിയ നമ്മൾ എടുത്താലും അള്ളാൻ്റെ ഒരു തൗഫീക്കില്ലാതെ ഇത് നന്നായി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മുടെ പ്രാർത്ഥനകൾ സ്പെസിഫിക് ആയിരിക്കണം. നമ്മുടെ കുട്ടിക്ക് ഈ ഫോൺ കൊടുക്കുമ്പോൾ, ഫോൺ കൊടുത്ത് കുറേ നിയമങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് അള്ളാഹുവേ ഇതവന് കൊടുക്കുമ്പോൾ റബ്ബേ അവൻ്റെ ചുമതല നിനക്കാണ്, ആ സുരക്ഷിതത്വവും ആ നന്മയിലും നീ അവനെ നിലനിർത്തണേന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ വേളകളിലും ആ പ്രാർത്ഥന തന്നെയാണ് ആത്യന്തികമായി നമ്മൾ സഹായിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.